കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്യം ഞാനൊന്ന് തരാം. എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ വാക്യമാണ് കൊലോസ്യ ലേഖനത്തിൽ നിന്ന് വായിച്ചത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മക്കളുമാരറിയാൻ വേണ്ടി പറയുകയാണ്. സ്തോത്രം. ഈ വാക്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഒന്നാമത്തെ വാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം, അതിൻ്റെ 4-ാമത് വാക്യം വായിച്ച്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. വേഗം. ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടിലാണ് നമ്മൾ നിൽക്കുക, പ്രസംഗത്തിലല്ല. ഓക്കെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരറിയാൻ ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ഇയ്യോബ് 5-ന്റെ 4-ാം വാക്യം. മതി. അവൻ്റെ മക്കൾ രക്ഷയോട് അകന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണ്, അവർ ഭയങ്കര കൃപയാണ്, ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ്റെ മക്കൾ രക്ഷകനോട് എന്തോ ചെയ്യുന്നു? അകന്നു നിൽക്കുന്നു. രക്ഷകനോട് അകന്നു നിൽക്കുന്നു. അടുത്ത വാചകമാണ് അതിലും ഗംഭീരം. രക്ഷകനില്ലാതെ അവർ വാതുക്കൽ വെച്ച് എന്തോ ചെയ്യുന്നു? തകർന്നു പോകുന്നു. അപ്പനും അമ്മയും സേവിച്ച രക്ഷകനുമായി ബന്ധമില്ലാത്ത തലമുറ. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ തെന്നെന്ന പായലടി ചവിട്ടി മൂക്കും കുത്തി വീണുപോയ നിരവധി കുഞ്ഞുങ്ങൾ. രക്ഷകനില്ല, രക്ഷയില്ല. ഈ രക്ഷകനും രക്ഷയുമില്ലെന്ന് പറഞ്ഞാൽ ആലയമില്ല, വേദോത്സവം ഇല്ല, പ്രാർത്ഥനയില്ല, ധ്യാനമില്ല, ഉപവാസമില്ല, മറ്റൊരിടപാടുമില്ല. കഴിക്കണം, കുടിക്കണം, മതിക്കണം, പൊളയ്ക്കണം, കൂട്ടുകാരുമായി ഗെറ്റ് ടുഗദർ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു ഉപവസ്ഥതയിലേക്ക് മാറിപ്പോവുകയാണ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം, മക്കളുമാരെല്ലാം ശ്രദ്ധിച്ചോണം. ഈ വാക്യത്തിൽ നിന്ന് ആരും മാറിപ്പോകരുത്. എനിക്കെന്നെ രക്ഷകനെ വേണം. ആ രക്ഷകൻ സൗജന്യമായി തരുന്ന രക്ഷ എനിക്ക് വേണം. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള തീവ്രമായ അഭിലാഷം നിങ്ങളിൽ ഉണ്ടാകണം. ഈ രക്ഷകൻ നിങ്ങളെ പോക്കിക്കോളും. സ്തോത്രം. അടുത്ത ഒരു വാക്യം വായിച്ച്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 4-ാം വാക്യം. വിലാപങ്ങൾ. വിലാപങ്ങളൊക്കെ എവിടെയാണെന്നറിയാവോ മക്കളെ? മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു. ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. ആരും നുറുക്കി കൊടുക്കുന്നില്ല. അപ്പം കിട്ടാത്ത കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇവിടെ അപ്പം എന്ന് പറയുന്നത് എന്തോന്നറിയാമോ? എന്തോ മോനെ അപ്പം എന്ന് പറയുന്നത്? ഉദ്ദേശിക്കുന്നതിൻ്റെ ആത്മീയ വീക്ഷണം എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. കമ്പ്യൂട്ടർ കിട്ടുന്നുണ്ട്, സയൻസ് കിട്ടുന്നുണ്ട്, ഹിസ്റ്ററി കിട്ടുന്നുണ്ട്, മറ്റിതര ആധുനിക വിഷയങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ എല്ലാം കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമില്ല. പക്ഷേ എന്തോ മാത്രം കിട്ടുന്നില്ല അവർക്ക്? അപ്പം. എന്താ? വാട്ട്സ് ദ മീനിങ്? അപ്പം, ബ്രെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വചനം. ദൈവത്തിൻ്റെ സനാതന വചനം ലഭിക്കപ്പെടാത്ത തലമുറ അന്യപ്പെട്ടു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദിനംതോറും അപ്പം കിട്ടുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കുടുംബ പ്രാർത്ഥന 2 പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്ന ശൈലിയൊക്കെ മാറ്റണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം എടുക്കണം. ഏറ്റവും കുറഞ്ഞ് 1 മണിക്കൂറെങ്കിലും പപ്പയും മമ്മിയും മക്കളും എല്ലാം കൂടെ വട്ടയിരുന്ന്, വല്യപ്പച്ചനും വല്യമ്മച്ചും ഒക്കെ ആയിട്ട് വട്ടയിരുന്ന് പ്രാർത്ഥിക്കണം. അമ്മാമ്മ സോപാക്കമ്പട്ടയിലും അച്ചായൻ ദീപാങ്കോട്ടയിലും പിള്ളേരെല്ലാം അവിടെ ഇവിടെയും മാറിയും തിരിഞ്ഞും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടപാടൊക്കെ മാറിയിട്ട് തമ്മി തൊടാകുന്ന ദൂരത്തിൽ ഇങ്ങനെ വട്ടയിരിക്കണം. പാട്ടുപാടി ആരാധിക്കണം നന്നായിട്ട്. ആലയത്തിൽ ആരാധിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? വീട്ടിൽ ആരാധിക്കണം. വായിക്കുന്ന വേദഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അവരവർക്ക് അറിയാവുന്ന ആലോചനകൾ പറയാൻ പറയണം. ഈ കുരുന്നുകളോടൊക്കെ പറ, മോൾ ആ വാക്യത്തെക്കുറിച്ച് എന്തോ പറയുന്നു, മോൻ ആ വാക്യത്തെക്കുറിച്ച് എന്തോ പറയുന്നു. സൂപ്പർ ഐഡിയ ഇവർ പറയും. നമ്മൾ സമയം കൊടുക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കണം. ഒരു 10, 20, 25 അരമണിക്കൂറെങ്കിലും എല്ലാവരും കൂടെ സംസാരിക്കണം. ഇത് വീട്ടിൽ സംസാരം കുറവാണ്, അറിയാമോ? മൊബൈൽ ഫോണുമായിട്ട് മാറി മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഓ ആ ഊ സ്വരാക്ഷരങ്ങൾ കൊണ്ട് മാത്രം നോക്കി. പപ്പ പറയണം ആലോചന, മമ്മി പറയണം, മക്കൾ ഓരോരുത്തരും പറയണം. അങ്ങനെ ഒരു ചെറിയ ചർച്ച നടത്തി പിന്നെ പ്രാർത്ഥിക്കുക ഒരുമിച്ച്. പ്രഭാത പ്രാർത്ഥന മുടങ്ങരുത്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പം കിട്ടിക്കൊണ്ടിരിക്കും. അവരെ പറിച്ചു മാറ്റാൻ ആർക്കും പറ്റത്തില്ല. തൻ്റെ അടുത്തോട് പറയണം പിശാചിനോട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരത്തില്ല. നീ എന്തെല്ലാം പണി നടത്തിയാലും എൻ്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടത്തില്ല. ഞാൻ അവനെ അപ്പം കൊടുത്താൽ വളർത്തുന്നേ. അവർ ചോദിക്കുന്നതനുസരിച്ച് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ അൽഫാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, മറ്റു തരം മോഡേൺ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ കുഞ്ഞ് നിൻ്റെ കയ്യിൽ നിന്ന് പോവും. അത് വരാതിരിക്കണം.
ബാംഗ്ലൂരോ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അപ്പം ഭക്ഷിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അവർ അവിടെ ചെന്നും അപ്പം സ്വന്തമായിട്ട് ഭക്ഷിച്ചോളൂ. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് മാറത്തില്ല. നാളെ കണ്ണുനീരിന് അനുഭവം ഉണ്ടാകാത്ത വിധം ദൈവം സൂക്ഷിച്ചോളും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മറ്റൊരു വാക്യം കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ തരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ചില വാക്യങ്ങളെ അവർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 2-ന്റെ 10-ാം വാക്യം വായിച്ച്. ന്യായാധിപന്മാർ പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ഒരു തലമുറ മരിച്ചുപോയി. അടുത്തത് അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ another generation. ദൈവത്തെ അറിയാവുന്ന, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അറിയാവുന്ന, ദൈവത്തിൻ്റെ നടത്തിപ്പ് അറിയാവുന്ന ഒരു തലമുറ മുഴുവൻ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അത് കഴിഞ്ഞു വന്ന തലമുറയ്ക്ക് ആരെ അറിയത്തില്ലെന്ന ദൈവത്തെയും ദൈവം ചെയ്ത ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ. ആ തലമുറയിലായി പോകരുത് നമ്മുടെ തലമുറ. അതിനാ പപ്പമാരോടും മമ്മിമാരോടും ഞാൻ പറയുന്നത്, ദൈവത്തെക്കുറിച്ചും ദൈവം ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തോ ചെയ്യണം? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ദൈവവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ആന്തരിക ബന്ധമല്ല, ആന്തരിക രമ്യത ഉണ്ടാക്കിക്കോണം. അങ്ങനെ വരുമ്പോൾ അവരെ നമുക്ക് നേടാൻ പറ്റും. ഹല്ലേലൂയ. അത് ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ്. 3 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നാണ്, ഒരു വാക്യം പുതിയ നിയമത്തിൽ നിന്നും കൂടെ തന്നുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കും. തലമുറയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ 4 വാക്യങ്ങൾ. പുതിയ നിയമത്തിലെ വാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 40-ാം വാക്യമാണ്. ബുക്ക് ഓഫ് ആക്ട്സ് 2-ന്റെ 40-ാമത്തെ വാക്യം വായിച്ചേ. 2-ാം അധ്യായം 40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ. ഈ തലമുറയുടെ പേരെന്തോന്ന്? ആധുനിക കാലത്തിന്റെ തലമുറയ്ക്ക് വേദോസം കൊടുക്കുന്ന ഒരു പേരാണ് എന്തോന്ന് മക്കളെ? വക്രത. ഫിലിപ്പിയ ലേഖനം 2-14 വക്രതയോടുകൂടെ വേറൊരു സാധനം പറയുന്നുണ്ട്, കോട്ടവും. വക്രതയും കോട്ടവും ഉള്ള തലമുറ. കുഞ്ഞുങ്ങളെല്ലാവരും കുറിച്ചോണം. വക്രത എന്ന പദത്തിൻ്റെ അർത്ഥം പഠിച്ചോണം. വക്രത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളഞ്ഞത്, പൊളഞ്ഞത്, നേരല്ലാത്തത്, ചൊവ്വല്ലാത്തതെന്നൊക്കെ അർത്ഥം. പക്ഷെ വക്രത എന്നുള്ളതിൻ്റെ റൂട്ട് വേർഡ്, മൂലപദം സ്കോലിയാസിസ് എന്നൊരു പദമാണ്. ഗ്രീക്ക് വേർഡ് സ്കോലി, SKOLI, സ്കോലിയാസിസ്, YASIS, സ്കോലിയാസിസ്. കുറിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? എവിടെ കുറിക്കാനാ? ബുക്കും പേപ്പറും ഒന്നും ഇല്ലല്ലേ? കുഞ്ഞുങ്ങളെല്ലാവരും സഭായോഗത്തിന് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വർക്ക് ബുക്ക് ഉണ്ടാകും, നോട്ട് ബുക്ക് ഉണ്ടാകും, ചെറിയ നോട്ട് പാഡ് ഉണ്ടാകും. അതുകൊണ്ട് വരണം. പാസ്റ്റങ്ങൾ പറയുന്ന സങ്കീർത്തനം, അതിൻ്റെ ചിന്തകൾ, അതിനകത്തെ അത് കഴിഞ്ഞുള്ള പ്രസംഗങ്ങൾ, ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രസംഗങ്ങളെല്ലാം കുറിച്ച ഒരു ബുക്ക് നിങ്ങളിലുണ്ടാകും. എപ്പോൾ ആരാധനയ്ക്കോ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നാലും നിങ്ങളുടെ ബൈബിളിൽ ആ നോട്ട് ബുക്ക് ഉണ്ടാകണം, നോട്ട് പാഡ് ഉണ്ടാകണം. ഇതെല്ലാം കുറിച്ചുകൊണ്ട് പോകണം. പിന്നിരുന്ന് പഠിക്കണം അതിന്. അങ്ങനെ കേട്ട വചനമെല്ലാം ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. സ്കൂളിൽ പോകുന്ന ബുക്കും കൊണ്ടല്ലേ. ചർച്ചിൽ അതിനേക്കാൾ വലിയ സ്കൂളാണ് ചർച്ച്. അപ്പോൾ ഇവിടുന്ന് ഒത്തിരി കുറിച്ചുകൊണ്ട് പോകാനായിട്ടുണ്ട്. സ്കോലിയാസിസ്, SKOLISIS, സ്കോലിയാസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം. അതിനാണ് ആ വാക്യം ഞാൻ തന്നത്. കുഞ്ഞുങ്ങൾ സ്കോലിയാസിസിലായി പോകരുതെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. അതാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നം. പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത വിധം കുരുങ്ങി കിടക്കുക. അപ്പനറിയില്ല, അമ്മയ്ക്ക് അറിയില്ല, വേണ്ടപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. പല കുരുക്കുകളിൽ ചെന്ന് വീണ് കിടക്കുകയാണ്. അഴിച്ചെടുക്കാൻ പറ്റില്ല. അഴിച്ചെടുക്കുമ്പോൾ വേറൊരു കുരുക്കാവും. ആ കുരുക്കഴിക്കുമ്പോൾ വേറൊരു കുരുക്ക് വരും. അങ്ങനെ അഴിച്ചെടുക്കുവാനാവാത്ത വിധമുള്ള സ്വഭാവ ദൂഷ്യങ്ങളുടെ കുരുക്കിൽ പെട്ടുപോകുന്നു തലമുറ. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ആരും അതിൽ പെട്ടുപോകാതിരിക്കാൻ സഭ ജാഗ്രതയോടെ നിന്നെങ്കിലേ പറ്റുള്ളൂ. അതാണ് സ്കോലിയാസിസ്. വേറൊരർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? കഴുകിയെടുക്കുവാനാവാത്ത വിധം അശുദ്ധമായി പോയത്. കഴുകിയാലും കൊള്ളത്തില്ല. ചിലതൊക്കെ അഴുക്കായി പോയാൽ കഴുകിയെടുക്കാം. കഴുകിയെടുത്താൽ പിന്നെ നമുക്കതിനെ ഉപയോഗിക്കാം. പക്ഷേ ചിലത് കഴുകിയാലും കൊള്ളാതെയാവും. ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരിക. കോട്ടയത്ത് ഓസ്ട്രേലിയൻ ആപ്പിളിന് 650 രൂപയും കണ്ട വില.
കനേഡിയൻ ആപ്പിളൊക്കെ കിട്ടും. കോട്ടയത്ത് പൊതുവെ സാധനങ്ങൾക്ക് വലിയ വിലയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ട. ഇത്തരം വിലയുള്ള ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് കവർ പൊട്ടി, മുറ്റത്തോട്ട് വന്നപ്പോൾ കവർ പൊട്ടി താഴെ വീണു. 650 രൂപ കൊടുത്ത ആപ്പിൾ താഴെ വീണെന്ന് പറഞ്ഞാൽ ആരും എടുത്ത് കളയുമോ? കഴുകിയെടുക്കാം നമുക്ക് നന്നായിട്ട്, അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? താഴെ വീണാൽ എന്തോ ചെയ്യാം? കഴുകിയെടുക്കാം, നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. പക്ഷേ ഇത് താഴെ വീണിട്ട് അതങ്ങ് ഉരുണ്ട് റോഡിൻ്റെ ഓടയിലോട്ട് പോയി. കറുത്ത തലയും വെളുത്ത ശരീരമുള്ള പുഴുക്കൾ വമിക്കുന്ന ഓടയിലോട്ട് പോയി. വേണോ ആപ്പിള്? അതെടുത്ത് തന്നാൽ വേണോ? കഴുകി തരാന്ന്. വേണ്ട. സാനിറ്റൈസർ ഇട്ട് കഴിയാലോ? വേണ്ട. അങ്ങനെ കഴുകിയെടുത്താലും ഉപയോഗിക്കാനാവാത്ത വിധം അഴുക്കായി പോയതിനെയാണ് സ്കോലിയോസിസ് എന്ന് പറയുന്നത്. ആ തലത്തിലേക്ക് നമ്മുടെ തലമുറ പോകാതിരിക്കേണ്ടതിന് നാം സൂക്ഷിച്ചേ പറ്റുള്ളൂ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങളോട്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ സ്വയം സംരക്ഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അവർക്ക് വേണ്ടി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റും വേലിക്കെട്ട് പോലെ നിൽക്കുക എന്നുള്ളതല്ല. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് വേണ്ടി നിരന്തരം കണ്ണുനീരോടെ മധ്യസ്ഥ ചെയ്യാൻ കഴിയണം. കേട്ടെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, യോശുവ, ന്യായാധിപന്മാർ എന്ന പുസ്തകത്തിൻ്റെ ആകരാതി പറയുന്ന പോലെ, പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ, ഈ ചർച്ചിലുള്ള സകല കുഞ്ഞുങ്ങളുടെയും പേര് വിവരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാകണം. എല്ലാവരും അറിയണം നിങ്ങളുടെ ഈ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളുടെ പേര് പോലും അറിയത്തില്ല ചിലർക്ക്. ഈ കുഞ്ഞുങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവരുടെ പേര് വിവരം ചോദിച്ചാൽ അത് ഇന്നാരുടെ മോനാ ഇന്നാരുടെ മോളാണെന്നറിയാം, അല്ലേ? പക്ഷേ പേരുകൾ അറിയത്തില്ല. ഓരോ പേര് പറഞ്ഞും പ്രാർത്ഥിക്കണം. ആരുടെ മോളും ആയിക്കോട്ടെ, ആരുടെ മോനും ആയിക്കോട്ടെ, ഞാൻ അംഗമായിരിക്കുന്ന സഭയിലെ കുഞ്ഞാണ്, അവൻ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, വിദേശത്തുള്ള കുഞ്ഞുങ്ങൾ, പ്രൈമറിയിലെ കുഞ്ഞുങ്ങൾ, ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, +2 +1 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ സാങ്കേതിക തൊഴിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായ ബോധ്യം എല്ലാവർക്കും ഉണ്ടായേ പറ്റത്തുള്ളൂ. എത്ര പേര് മനസ്സിലാക്കുന്നു ഞാൻ പറയുന്ന കാര്യം? അങ്ങനെ വരുമ്പോൾ ആ തലമുറയെ നമുക്ക് നേടാനിടയാവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് ശക്തമായൊരു നിയോഗം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാരംഭത്തിൽ പറയാൻ എനിക്കൊരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വാക്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാകും. നാളെയുടെ നിളകളിൽ നമ്മുടെ തലമുറകളെ കരുത്തോടെ നിർത്താനിടയാകും. ഒരൊറ്റ കുഞ്ഞ് വഴിമാറിയാൽ മതി, ദൈവസഭയ്ക്ക് ആക്ഷേപമായി മാറും. അത് വരാതിരിക്കണം. ഇവരുടെ ഗമനാഗമനങ്ങൾ കർത്താവ് കരുതലോടെ, നമ്മൾ വായിച്ച വാക്യം, നേരുള്ളവർക്കൊരു നന്മയും മുടക്കയില്ല. മാതാപിതാക്കളുടെ നേര് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് കാരണമാകും. നമ്മുടെ തലമുറ നേര് വിട്ടു പോയാൽ അവർക്ക് ദോഷമായി മാറും. അത് വരാതിരിക്കേണ്ടതിന് ദൈവസഭ പുനരാഗമനം വരെ നിലനിന്ന് പോകേണ്ടതിന് തലമുറകളെ സമ്പാദിക്കുന്നവരായി തീരാൻ കഴിയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ആ വാക്യവുമായി ബന്ധപ്പെട്ട ആത്മീയ ചിന്തകൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. ലേഖനങ്ങൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്നറിയാം മക്കൾമാർ? പറ. ഹൗ മെനി എപ്പിസ്റ്റൽസ് ഇൻ ദ ബൈബിൾ? മുന്നണി പോരാളികൾ പറഞ്ഞേ, എത്ര ലേഖനങ്ങളുണ്ട്? എന്തൊരു മൗനമാണ് നോക്കി. കീഴാറൂർ മൊത്തം മൗനമായിപ്പോയി. ആകെ പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളുണ്ടെന്ന് അറിയത്തില്ല. ബൈബിൾ സ്റ്റഡി നടത്തിയേ പറ്റുള്ളൂ. ഈ പുസ്തകം ചുമക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നോക്കി. ഇതിനകത്ത് എത്ര ലേഖനങ്ങളുണ്ടെന്ന് ഇതുവരെ നമ്മൾ ആകരാതി തപ്പി താഴോട്ട് എണ്ണി തുടങ്ങി ഓരോരുത്തർ എത്രയുണ്ടെന്ന്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണുള്ളത്. ഹൗ മെനി? 21 എപ്പിസ്റ്റൽസ്. 21 ലേഖനങ്ങൾ മറക്കരുത്. കീഴാറൂർ സഭയിൽ ചെന്ന് എത്ര ലേഖനം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവരാരും ഉത്തരം പറഞ്ഞില്ലെന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കട്ടെ. കാരണം പ്രസംഗമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഉദാഹരണം പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അഥവാ പറഞ്ഞാലും കീഴാറൂരെന്നൊരു പദം കയറി വരാതിരിക്കട്ടെ. സ്വതന്ത്രം. അപ്പോൾ ആകെ ലേഖനങ്ങൾ 21 എണ്ണമാണ്, റോമർ മുതൽ യൂദ വരെ. ഇനി ശ്രദ്ധിച്ചോണം, 21 ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം എന്താണ്? ഇപ്പോൾ ഈ പുൾപിറ്റിലേക്കുള്ളതാ അറിയാവോ? അതാ ഇങ്ങനെ കയറി വരുന്നത്. പുൾപിറ്റിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത ജീവിയാണെന്ന് ഓർത്തോണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഗുഡ്.
എത്ര ലേഖനങ്ങളാ? 21 ലേഖനങ്ങൾ. 21 ലേഖനങ്ങളുടെയും ആന്തരിക പ്രമേയം ശ്രദ്ധിച്ചു കേട്ടണം കുഞ്ഞുങ്ങളൊക്കെ. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ശ്രദ്ധിച്ചോ? തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശദീകരണം. അതാണ് ലേഖനങ്ങൾ. 2 കാര്യങ്ങളാണ് ലേഖനങ്ങൾ. 1 ക്രിസ്തു, 2 സഭ. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ക്രിസ്തുവിൻ്റെ ദൈവത്വം. മനുഷ്യത്വത്തിൻ്റെ തിളക്കം, ദൈവത്വത്തിൻ്റെ മഹത്വം. ഈ 2 കാര്യങ്ങളാണ് ലേഖനങ്ങളിൽ ഉടനീളം ക്രിസ്തു സംബന്ധമായി. അടുത്ത ഒന്ന് സഭയാണ്. വാട്ട് ഈസ് ചർച്ച് ആൻഡ് ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച്. എന്താണ് സഭ? സഭയിൽ നാം എങ്ങനായിരിക്കണം? സഭ എന്താണെന്നും സഭയ്ക്കകത്തായ വ്യക്തിയുടെ ജീവിത മൂല്യങ്ങൾ എന്താണെന്നും വ്യക്തമാക്കുന്നത് ലേഖനങ്ങളാണ്. എത്ര ലേഖനങ്ങളാ? 21 ലേഖനം. ഏകാധ്യായ ലേഖനങ്ങൾ അടക്കമുള്ളത് 21 എണ്ണമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ 21 ലേഖനങ്ങളുടെയും രാജാവ് എന്ന് വിളിക്കുന്നത്, ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽ എന്ന് വിളിക്കുന്നത് കൊലോസ്യ ലേഖനമാണ്. 4 അധ്യായമേ ഉള്ളൂ. 16 അധ്യായമുള്ള കൊരിന്ത്യ ലേഖനവും റോമാലേഖനവും ഒക്കെ കിടപ്പുണ്ട്. 13 അധ്യായമുള്ള എബ്രായ ലേഖനവും ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ അതിനൊന്നും രാജാവാക്കിയിട്ടില്ല. രാജാവെന്ന് വിളിപ്പേര് കൊലോസ്യ ലേഖനത്തിന് മാത്രമാണ്. ക്രിസ്തുവിൻ്റെ ഔന്നത്യം, ക്രിസ്തുവിൻ്റെ ഉത്തുംഗ പ്രതാപം, ക്രിസ്തുവിൻ്റെ നിത്യത്വത്തിൻ്റെ വല്ലഭത്വം ഒക്കെ നന്നായി അവതരിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായൊരു കൃതിയാണ് ഏതാ? കൊലോസ്യ ലേഖനം. കുഞ്ഞുങ്ങളൊക്കെ ലേഖനങ്ങൾ നന്നായി പഠിക്കണം. സങ്കീർത്തനവും സുവിശേഷത്തിൻ്റെ കഥകളും ഉപമകൾ കൊണ്ട് മാത്രം ക്രിസ്ത്യ ജീവിതം പൂരിപ്പിക്കരുത്. ലേഖനങ്ങളെ നന്നായി ധ്യാനിക്കണം. എന്ത് തള്ളണം നമ്മൾ, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകരുത് എന്നിത്യാദി വകഭേദങ്ങൾ, വീണ്ടു വിചാരങ്ങൾ വ്യക്തമായി നമുക്ക് നൽകുന്നതാണ് 21 ലേഖനങ്ങളും. എന്താ കഴിക്കേണ്ടത്, എന്താ കുടിക്കേണ്ടത്, എങ്ങനെ പറയണം, എങ്ങനെ പറയരുത്, കണ്ടോ? എന്ത് ഉടുക്കണം, ഏത് ജാതി ഉടുക്കാൻ പാടില്ല എന്നിത്യാദി വസ്തുതകൾ വളരെ ഭംഗിയായി നമുക്ക് നൽകിത്തരുന്നു. ആത്മീക സംസ്കൃതിയുടെ വിശകലനങ്ങൾ ലേഖനങ്ങളിൽ ഉടനീളമുള്ളത്, മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കൊലോസ്യ ലേഖനം, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു, ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വസ്ഥമായി, സ്വൈര്യമായി, ശാന്തമായി ലഭ്യമായ സമയത്തിൽ താൻ എഴുതിയ അനുഗ്രഹിത ലേഖനം. കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തിരക്കില്ല. ആ തിരക്കില്ലാത്ത നേരത്ത് ആവലാതിയോ വേവലാതിയോ പരിദേവനമോ പരാതിയോ പറയാതെ ക്രിസ്തുവിനെ ധ്യാനിച്ചപ്പോൾ തനിക്ക് ലഭിക്കപ്പെട്ട ധ്യാനമണ്ഡലത്തിലെ ആശയങ്ങൾ ചോർന്നു പോകാതെ നമുക്ക് വേണ്ടി നൽകി തന്നതാണ് കൊലോസ്യ ലേഖനം. ആ ലേഖനങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഈ ലേഖനങ്ങളിൽ 3 പ്രധാന വിഷയങ്ങളാണുള്ളത്. 3 പ്രധാന വിഷയം. 4 അധ്യായങ്ങളിലായിട്ട് എത്ര വിഷയങ്ങൾ? 3 പ്രധാന വിഷയങ്ങൾ. ആ 3 വിഷയങ്ങൾ കുറിച്ചോണം. 1, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം, ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. യേശുവിൻ്റെ ദൈവത്വം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. യേശു ഒരു വൈദ്യൻ മാത്രമല്ല, യേശു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണെന്ന് മാത്രം വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ വിശ്വസിക്കണം, യേശു മഹാദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വം, അത് ഗംഭീരമായൊരു കാര്യമാണ്. മടങ്ങി വരാൻ പോകുന്നത് മഹാദൈവമാണെന്ന കാര്യം മറന്നു പോകരുത്. സർവശക്തിയുള്ള ദൈവമാണ് ക്രിസ്തു. യേശുവിൻ്റെ ദൈവത്വം അറിയുന്നതാണ് നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനമെന്ന് പറയും. ഇപ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൈവത്വമാണ്, ദൈവത്വത്തിൻ്റെ വിശകലനമാണ്. ഞാൻ ആ ദൈവത്വ ഭാഗങ്ങളെ ഒന്ന് പറയാം. നിങ്ങൾ വാക്യങ്ങൾ നോക്കിക്കേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വിശകലനം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 12-ാം വാക്യത്തിൽ ക്രിസ്തു ആരാന്നറിയാമോ? വെളിച്ചത്തിൻ്റെ അവകാശം നൽകിയ ക്രിസ്തു. നമ്മൾ മുമ്പ് എവിടെ ആയിരുന്നു? ഇരുട്ടിലായിരുന്നു. ഇപ്പം നമ്മൾ എവിടെ കൊണ്ടുവന്നു? വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ അവകാശം നൽകിയ ക്രിസ്തുവിനെ 12-ാം വാക്യം പറയുക. 13-ാം വാക്യം പറയുന്ന സ്നേഹസ്വരൂപനായ ക്രിസ്തു, രാജാവായ ക്രിസ്തു, തൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി. രാജാവാണ് ക്രിസ്തു, രാജ്യമുള്ളവനാണ്. 14-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. കർത്താവ് നമ്മളെ എന്തോ ഇതെന്ന
വീണ്ടെടുത്തു. 5 നയപൈസയുടെ ചെലവില്ല, ദേഹദണ്ഡന പ്രക്രിയയില്ല, കുന്ന് കയറിയില്ല, മല ഇറങ്ങിയില്ല, പുഴ താണ്ടിയില്ല, പദയാത്രയോ തീർത്ഥയാത്രയോ ചെയ്തില്ല, യാഗയോഗ കർമ്മകാണ്ഡങ്ങളൊന്നും ചെയ്തില്ല. നമ്മെ സൗജന്യമായി വീണ്ടെടുത്തു കർത്താവ്. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. തൻ്റെ രക്തം കൊണ്ട് നമ്മെ സൗജന്യമായി വീണ്ടെടുത്തു കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇത്ര വലിയ രക്ഷ നമുക്ക് ദാനമായി തരേണ്ടതിന് കർത്താവ് തൻ്റെ ദേഹത്തെ നമുക്കായി യാഗമാക്കി. ഈ ദേഹം യാഗമാക്കിയാണ് നമുക്ക് വീണ്ടെടുപ്പ് നൽകിയത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ എപ്പോഴും വീണ്ടെടുപ്പ് നമുക്ക് നൽകി. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ആ പാട്ട് പാടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പാട്ടൊക്കെ കാലഹരണപ്പെട്ടു പോയ പാട്ടമാണ്. അതൊന്നും ഇപ്പോൾ ആരും പാടാറില്ല. വേറെ പുതിയ പുതിയ പാട്ടുകളൊക്കെ പാടുന്ന തിരക്കിനിടയിൽ ഈ പെന്തക്കോസ്തിൻ്റെ തനിമയാർന്ന പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ കൊയറിനോട് എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറയാം. പറഞ്ഞു വന്ന കൂട്ടത്തിൽ എല്ലാ ആരാധനയ്ക്കും എത്ര ആവേശമുള്ള പാട്ടുകൾ നിങ്ങൾ പാടിയാലും ഏറ്റവും ഒടുവിൽ ക്രൂശിനെ ധ്യാനിക്കുന്ന വരികൾ പാടണം. ബാക്കിയുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ ഭയങ്കര ആവേശത്തോടെ നൃത്ത ചുവടുകളോടെ കൈയടിച്ച് ഭയങ്കര ആരാധനയൊക്കെ ആവും. പക്ഷേ അടിക്കുന്ന കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളേറി അടച്ച് ഗത്സമനെയും ഗബ്ബഥയും ഗോൽഗോഥയും ധ്യാനിച്ച് അനുഭവിച്ച സഹനത്യാഗങ്ങളുടെ വ്യഥകളുടെ ആഴം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അഹന്ത ഒടുങ്ങിയിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞ കവിൾത്തടങ്ങളിലൂടെ ഒഴുകണം. ഒരു ദിവസം പോലും ആരാധനയിൽ കണ്ണ് നനയാതെ നിങ്ങൾ ആരാധന നിർത്തരുത്. അതുകൊണ്ട് പാടുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് പാട്ട് പാടിയാലും ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു പാട്ടോടുകൂടെ മാത്രമേ ആരാധന അവസാനിപ്പിക്കാവൂ. ആരാധന നടത്താൻ ആക്കി വെച്ചിരിക്കുന്ന കൊയറിൻ്റെ കയ്യിൽ നിന്ന് പ്രധാന ശുശ്രൂഷകൻ്റെ കയ്യിലേക്ക് ശുശ്രൂഷ കൈമാറുന്നതിന് മുൻപ് നമ്മെല്ലാവരും ക്രൂശിൻ്റെ ചുവട്ടിലാകണം. ക്രൂശിനെ ധ്യാനിക്കണം. കർത്താവ് അനുഭവിച്ച വ്യഥകളെ സ്മരിക്കണം. തല തല്ലി പൊളിച്ചു കർത്താവിൻ്റെ, പുറമടിച്ചുഴവിചാല് പോലെ കയറി, മുഖത്ത് അവർ മുഷ്ടി ചുരുട്ടി കുത്തി, കാർക്കിച്ച് തുപ്പി, ഒത്തിരി ഒത്തിരി യാതനകളുണ്ട്. ആ സഹനത്യാഗങ്ങളെക്കുറിച്ച് പാടുന്ന എത്ര പാട്ടുകളുണ്ടെന്നറിയാമോ? ആ പാട്ടുകളിൽ ഏതെങ്കിലും ചില വരികളൊന്ന് പാടി എല്ലാവരും കർത്താവിനെ, ക്രൂശിനെയും ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയും ധ്യാനിക്കുമ്പോഴാണ് ആരാധന ഒന്നുകൂടെ കളറായി മാറുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ 14-ാം വാക്യം വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. 15-ാം വാക്യം ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് ഇമേജ് ഓഫ് ഗോഡ്. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ദൈവം സർവശക്തന, സർവജ്ഞാനിയ, സർവവ്യാപിയ, സർവാധികാരിയ, നിത്യന, മാറ്റമില്ലാത്തവൻ, അത്യുന്നതന, സൽഗുണ സമ്പൂർണന, മഹോന്നതന, മഹത്വ സിംഹാസനസ്ഥന. ഈ ക്വാളിറ്റി എല്ലാം ആരിൽ നമ്മൾ കാണുന്നു? യേശുവിൽ. അതുകൊണ്ട് ദ ഇമേജ് എന്ന് പറയുക, ദൈവത്തിൻ്റെ പ്രതിമ എന്നൊക്കെ പറഞ്ഞു. പ്രതിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ചെളി കൊണ്ടോ ഉണ്ടാക്കിയതെന്ന് അർത്ഥമല്ല. ദ ഇമേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുക. 16-ാം വാക്യം സൃഷ്ടിതാവായ ക്രിസ്തു. ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതല്ലെന്ന് യോഹന്നാൻ പറയുന്നത് പോലെ അവൻ നിമിത്തം, അവന് വേണ്ടി, അവനാൽ ഉളവായതാണ് എല്ലാം. 17-ാം വാക്യം കുഞ്ഞുങ്ങളെല്ലാം അടിവരയിട്ട് പഠിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാകണം 17-ാമത് വാക്യം. 17-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, സർവത്തിനും മീതെയുള്ള, അല്ല, സർവത്തിനും മുൻപേ ഉള്ള ക്രിസ്തു. അതല്ലേ 17-ാം വാക്യം? സർവത്തിനും എന്ന് പറഞ്ഞാൽ നിത്യനായ ക്രിസ്തു. നിത്യനായ ക്രിസ്തു. നിങ്ങൾ അടിവരയിടണമെന്ന് ഞാൻ പറഞ്ഞത് ആ 17-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗമുണ്ട്, സർവത്തിനും ആധാരമായ ക്രിസ്തു. കണ്ടോ? മമ്മിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, കൊലോസ്യർ 1:17. പപ്പമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വാക്യമാണ്, കർത്താവേ അങ്ങ് സർവത്തിനും ആധാരമാണ്. അങ്ങ് സർവത്തിനും ആധാരമായതുകൊണ്ട് എനിക്ക് ഉദരമലമായി തന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അങ്ങയുടെ കൈകളിലാണ്. മക്കളുമാരെ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഭാവിയുടെ ആധാരം ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. പഠനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട. കർത്താവിൻ്റെ കരത്തെ മുറുകെ പിടിച്ചാൽ മതി. ആധാരം കയ്യിലുള്ളവൻ നിന്നെ പൊക്കിക്കോളും. ആധാരം കയ്യിലുള്ളവൻ നിന്നെ അനുഗ്രഹിച്ചോളും. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ച്, ആധാരം കയ്യിലുള്ള കർത്താവ് എങ്ങുമിങ്ങും അലഞ്ഞു പോകത്തില്ല, വലഞ്ഞു പോകത്തില്ല, അന്യാധീനപ്പെട്ടു പോകത്തില്ല, എങ്ങും എത്താതെ നീ വഴിയിലായി പോകത്തില്ലെന്ന് ആധാരം കയ്യിലുള്ളവൻ.
യെസ്, ഹല്ലേലൂയ, ആമേൻ. ആ 17-ാം വാക്യം ഒരിക്കലും മറക്കരുത്. കർത്താവ്, എൻ്റെ ആധാരം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആധാരം, എൻ്റെ ഭാവിയുടെ ആധാരം. എനിക്കൊരു വിദേശ യാത്ര വേണം. എൻ്റെ വീടിൻ്റെ സ്ഥിതി ഞാൻ മാറ്റണം. എൻ്റെ പപ്പയോട് ഇനി ജോലി ചെയ്യേണ്ട, വീട്ടിൽ ഇരിക്കാൻ എനിക്ക് പറയണം. മമ്മി ഇനി തൊഴിലുറപ്പിനൊന്നും പോകണ്ട, വീട്ടിലിരിക്കേ സന്തോഷത്തോടെ, ഞാനേറ്റു വീട്ടിലെ കാര്യം എന്ന് പറയണം. മോളെ, ഒരു ദിവസം നീ അതിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എന്നും പപ്പയുടെ പോക്കറ്റിൽ നിന്ന് അനുഭവിക്കാൻ നീ നിൽക്കരുത്. പപ്പായ്ക്ക് തിരിച്ചു കൊടുക്കണം. ഇതുവരെ നിന്നെ വളർത്തി വലുതാക്കി ഇത്രയും വണ്ണത്തിലും പൊണ്ണത്തിലും കൊണ്ടുവന്ന് നിന്റെ അപ്പനും അമ്മയും നെറ്റിത്തടം വിയർപ്പാക്കി അവരധ്വാനിച്ചതാണ്. നിന്നെ ഊട്ടിയതും ഉടുപ്പിച്ചതും ഉറക്കിയതുമെല്ലാം അത് നീ മടക്കി കൊടുത്തേ പറ്റുള്ളൂ. മടക്കി കൊടുക്കണമെങ്കിൽ ആധാരം കയ്യിലുള്ളവനുമായി നീ ബന്ധമാകണം. ആധാരം കയ്യിലുള്ളവനെ മുറുകെ പിടിച്ചോണം. അവനുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്നാൽ കർത്താവ് നിന്നെ ഉയർത്തും. പപ്പയുടെ കൈ കാശുണ്ട്, മമ്മിയുടെ കൈ കാശുണ്ട്, അങ്കിള് സഹായിച്ചോളൂ, ആൻറ്റി സഹായിച്ചോളൂ എന്നൊന്നും പറഞ്ഞ് നിൽക്കരുത്. ആധാരം കയ്യിലുള്ളവനുമായി കൂട്ടായ്മ കൂടിക്കണം. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ആധാരം സർവത്തിൻ്റെയും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. പിതാക്കന്മാർ മാതാക്കളൊക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ആയുസിൻ്റെ ആധാരം ഡോക്ടറുടെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ കിഡ്നിയുടെ, ഹാർട്ടിൻ്റെ, മനസ്സിലാകുന്നുണ്ടോ? സഹോദരിമാർ ശ്രദ്ധിക്ക്. യൂട്രസിൽ ഫൈബ്രോയിഡാന്ന് കേൾക്കുമ്പോഴേ ബോധം കെട്ടു പോകരുത്. യൂട്രസിൻ്റെ, കിഡ്നിയുടെ, നമ്മുടെ കരളിൻ്റെ എല്ലാം ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നിംസിലും കിംസിലും മിംസിലും കോസ്മോപോളിറ്റനിലും മെഡിക്കൽ കോളേജിലും ആസ്ട്രൽ മെഡിസിറ്റിയിലും ഒന്നുമല്ല, അമൃതായിലും അവിടെ ലേക്ക് ഷോറിലും ഒന്നുമല്ല നമ്മുടെ ആധാരം. ആയുസിൻ്റെ അവയവ വ്യവസ്ഥിതിയുടെ, നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത ആരോഗ്യത്തിൻ്റെയും ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നാം കഴിക്കേണ്ട ആഹാരത്തിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിൽ. ഇന്ന് പകൽ ആശങ്കകൾ മാറട്ടെ, ഉത്കണ്ഠകൾ മാറട്ടെ, ഭയം മാറിപ്പോകട്ടെ, ആകുലതകൾ മാറിപ്പോകട്ടെ, എനിക്കിങ്ങനെ വന്നു ഭവിച്ചല്ലോ എന്ന വേദന മാറിപ്പോകട്ടെ. എൻ്റെ ആരോഗ്യം, എൻ്റെ ആഹാരം, എൻ്റെ ആയുസ്, എൻ്റെ ബലഹീനതകളെല്ലാം മാറ്റിത്തരാൻ കഴിയുന്നവൻ എൻ്റെ ആധാരം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ ആരാധിക്ക്. ഇന്ന് പകലൊരു വലിയ ആത്മസന്തോഷത്തിലേക്ക്, ഒരു വലിയ ദൈവകൃപയുടെ ആരോഗ്യത്തിലേക്ക് വരണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി വിശ്വാസത്താൽ കാണ്. അവർ യാത്ര ചെയ്യുന്നത് നീ വിശ്വാസത്താൽ കാണ്. മേഘപാളികൾക്ക് മീതെ കൂടെ നിന്റെ തലമുറ യാത്ര ചെയ്യുന്നത് കാണ്. ഉന്നതമായ കസേരകളിൽ നിന്റെ തലമുറ ഇരിക്കുന്നത് കാണ്. വേദികളിൽ നിന്നുകൊണ്ട് ദൈവവചനം ഘോഷിക്കുന്ന നിന്റെ മകനെ നീ ദർശനം കാണ്. നിന്റെ മകൾ ദൈവവചനം ശക്തമായി പ്രഘോഷിക്കുന്ന തിരക്കുള്ള ശുശ്രൂഷകയായി മാറുന്നത് കാണ്. അനുഗ്രഹിക്കപ്പെട്ട ഉന്നതമായ വഴികളിലേക്ക് തലമുറയെ ദൈവം ഉയർത്തുന്നത് വിശ്വാസത്താൽ കാണ്. കാരണം ആധാരം കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കൊലോസ്യ ലേഖനം 1:17 മറക്കരുത് ഒരിക്കലും. പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവ് എൻ്റെ ആധാരം, ഞാൻ പേടിക്കുന്നില്ല, ഞാൻ പേടിക്കുന്നില്ല. എൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊന്നും കണ്ടിട്ട് ഞാൻ പേടിക്കുന്നില്ല കർത്താവ്, കാരണം എൻ്റെ ആധാരം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊന്നും കണ്ടിട്ട് ഞാൻ ചാഞ്ചല്യം അനുഭവിക്കുന്നില്ല, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ. മാർക്ക് കുറഞ്ഞു പോയ കൊച്ചിൻ്റെ നേരെ ചുമ്മാ കിടന്ന് ചാടരുത്. വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമായിട്ട് അതിനെ കാണണം. മനസ്സിലായില്ലേ? അങ്ങനെ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നിട്ട് ആധാരമുള്ള കർത്താവിൻ്റെ കരവുമായി നമ്മുടെ തലമുറകളുടെ കരത്തെ ചേർത്ത് പഠിപ്പിച്ച് പ്രാർത്ഥനയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. ആശങ്കയും ഉത്കണ്ഠയും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വേറെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ ദൈവം നിൻ്റെ ഉദരബലത്തിൽ തന്നിട്ടുണ്ട്. അവരെ വീണ്ടും ഒരുക്കി എടുക്കുക എന്നുള്ളത് കണ്ണുനീര് കൊണ്ട് തന്നെയാകണം. പ്രാർത്ഥനാമുറിയിൽ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് നമ്മുടെ തലമുറയെ ആധാരം കയ്യിലുള്ളവനുമായി ബന്ധിപ്പിച്ചോണം. കർത്താവ് ബാക്കി കാര്യം നോക്കിക്കോളും. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. കൊലോസ്യ ലേഖനം 1:17 ആധാരം കയ്യിലുള്ള കർത്താവിനെ നാം കാണുന്നത്. 18-ാം വാക്യം സഭയുടെ തലയായ ക്രിസ്തുവാണ്. 19-ാം വാക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു എന്ന് കാണുന്നു. 20-ാം വാക്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം തന്ന ക്രിസ്തു.
അങ്ങനെ ഓരോ വാക്യത്തിലും ക്രിസ്തുവിൻ്റെ മഹത്വമാണ് നമുക്ക് ദൈവത്വമാണ് കാണുക. 21, 22 വാക്യത്തിൽ പറയുന്നത് നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തുവാണ്. കണ്ടോ? 27 വാക്യത്തിൽ പറയുന്നത് ഈ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ആ 27 വാക്യത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആ ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത്? ക്രിസ്തുവിന് വസിക്കാൻ പറ്റിയ ആലയമാണ് ഞാൻ, ക്രിസ്തുവിന് വസിക്കാൻ പറ്റിയ മന്ദിരമാണ് ഞാൻ. എൻ്റെ ശരീരം ക്രിസ്തുവിന് വസിക്കേണ്ടതാണ്. യൂത്ത്സിനോട് പിന്നെയും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, മക്കളുമാരെല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഓരോ പ്രായം കഴിഞ്ഞ് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. മനസ്സിലായോ? നമ്മുടെ തലമുറയ്ക്ക്, മക്കളുമാർ കേട്ടെ, ശരീരാവബോധം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എൻ്റെ ശരീരം ക്രിസ്തുവിനും വസിക്കാനുള്ളതാണ്. ഇത് വേറെ ഒരുത്തിനും തൊടാനുള്ളതല്ല, വേറെ ഒരുത്തിക്കും കൈകാര്യം ചെയ്യാനുള്ളതല്ല. എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. ആവശ്യമില്ലാതെ മുട്ടാനും തട്ടാനും ഉരുമാനും ഒരയാനും, ആവശ്യമില്ലാത്തത് കഴിക്കാനും കുടിക്കാനും, ആവശ്യമില്ലാത്തൊക്കെ വാരി ഊടുത്തോണ്ട് ഷൈൻ ചെയ്യാനും എന്നുള്ളതല്ല എൻ്റെ ശരീരം. ഇത് മന്ദിരമാണ്, ആലയമാണ്. ആലയത്തിൻ്റെ പവിത്രത, പരിപാവനത, അനന്യത, നീതി, വിശുദ്ധി, വിശ്വസ്തത ആദിയായത് എൻ്റെ ശരീരത്തിൽ എനിക്ക് സൂക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. ജഡമുതിർത്ത് വിടുന്ന പാപരാഗങ്ങളുടെ, വിചാര വികാര വിക്ഷോഭങ്ങളുടെ, ആവേഗ നിയോഗങ്ങളുടെ, ആസക്തികളുടെ, തൃഷ്ണകളുടെ ഒന്നും മുമ്പിൽ നിന്റെ ശരീരത്തെ നീ പാണയപ്പെടുത്തരുത്. സൂക്ഷിച്ചോണം കൺമണി പോലെ. കാരണം ഈ ശരീരത്തിലാണ് ക്രിസ്തു വസിക്കേണ്ടത്. കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടിയൊക്കെ കൊണ്ട് ഉയർത്തിയ ഏതെങ്കിലും ആലയത്തിനകത്ത് ആൾത്താരയിലോ കുരിശേന്തി നിൽക്കുന്ന മദ്ബഹയ്ക്കകത്തോ ഒന്നുമല്ല ക്രിസ്തു വസിക്കുക. ക്രിസ്തു വസിക്കുന്ന നമ്മുടെ ശരീരത്തിലാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ രാത്രിയിലും പകലിലും കാത്തോണം. ഹല്ലേലൂയ. ശരീരത്തെ വിശുദ്ധമായി കാക്കുമ്പോൾ ഇടപാടുകളെല്ലാം സുതാര്യമാവും. മൊബൈൽ ഫോൺ അടക്കം മാനസാന്തരപ്പെടും. കാരണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ ശരീരം എന്ന ഈ മന്ദിരത്തിൽ അതിന് യോഗ്യമല്ലാത്ത ഒന്നും എനിക്ക് പറ്റില്ല എന്ന വിലപ്പെട്ട ആലോചനയിലേക്ക് നമ്മൾ വരും. സ്തോത്രം. നമുക്കിപ്പോൾ പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയോ? പാട്ട്, പ്രാർത്ഥന, പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ നേരത്ത് നമ്മളെപ്പോലെ ഭക്തർ വേറെ ആരുമില്ല. ഇപ്പം കർത്താവ് ആരെങ്കിലും സ്വർഗത്തിലോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ പുള്ളിയാണെന്ന് തോന്നിപ്പോകും. ആരാധനയും പാട്ടും കയ്യടിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ടൊക്കെ ഇടവഴിയിലൂടെ പോകുമ്പം വാട്സപ്പിൽ ആരുമായിട്ടാണ് ഇടപെടുക, യൂട്യൂബിൽ എന്തോ കാണുക, തോണ്ടി 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 അങ്ങിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത സകല ഇടപാടിലും വേടത്തില്ല ദൈവം നിന്നെ. ആലയത്തിനകത്ത് പ്രകടനം കാണിക്കുകയും അവസരം അനുകൂലമായി ഒത്തുകിട്ടിയ മുറിക്കകത്ത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ മനസ്സും മനസാക്ഷിയും ശരീരവും ഉപയോഗിച്ചാൽ ഈ മന്ദിരത്തെ നീ നശിപ്പിക്കുക, ദൈവം നിന്നെ നശിപ്പിക്കും. അത് വരാതിരിക്കേണ്ടതിന് പവിത്രമായി കാത്തോണം. എന്നെ പേടിപ്പിക്കുന്ന വാക്യം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ വസിക്കുന്നു? നമ്മിൽ. 27 വാക്യം മറന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണമായ ചിന്തയാണ്. 2-ാം അധ്യായം നോക്കിക്കേ. 2-ാം അധ്യായം സഭയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. 4 വാർണിങ്സ്, 4 മുന്നറിയിപ്പുകളാണ്. വിശേഷിച്ച് തലമുറയോടുള്ള മുന്നറിയിപ്പ്, എല്ലാവരോടുമുള്ള മുന്നറിയിപ്പ്, ആണിനോടും പെണ്ണിനോടും കുഞ്ഞിനോടും വലുതിനോടുമുള്ള 4 മുന്നറിയിപ്പുകൾ. പുതിയ നിയമത്തിൽ വേറെ ഒരു അധ്യായവുമായിട്ട് സമരസപ്പെടുത്തുവാൻ, സമാനം പറയാൻ പറ്റാത്ത വിധം, സമാനതകളില്ലാത്ത വിധം ഉജ്ജ്വലമായി നിലകൊള്ളുന്ന ഒരു അധ്യായമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. കുഞ്ഞുങ്ങളൊക്കെ പേന കയ്യിലുണ്ടെങ്കിൽ ആ വാക്യത്തെ നിങ്ങളൊന്ന് പോയിന്റ് ചെയ്തുകൊള്ളണം. ഞാൻ ഈ പറയുന്ന 4 വാക്യങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചോളൂ, വേദപുസ്തകത്തിൽ നിങ്ങളത് കുറിച്ചോണം. കാരണം പിന്നെ ഒന്ന് മറിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം കിട്ടിയാൽ ഈ 4 മുന്നറിയിപ്പുകളിലൂടെ നിങ്ങൾ പോകണം. 4 മുന്നറിയിപ്പുകളുണ്ട്. ആണും പെണ്ണും അറിയാൻ 4 മുന്നറിയിപ്പുകൾ. 2-ാം അധ്യായം 4-ാം വാക്യം വായിച്ച് 2-4. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. അപ്പോൾ എന്തോ ചെയ്യപ്പെടരുത്? നമ്മൾ ചതിക്കപ്പെടരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? വശീകരണ വാക്കുകൊണ്ട് എന്തോ ചെയ്യരുത്? പെണ്ണാണിനെയും ആണ് പെണ്ണിനെയും ചതിക്കരുത്. പരസ്പരം ആരും ചതിക്കരുത്. വാക്കുകളിലാണ് ചതിക്കപ്പെട്ടു പോവുക. ഓരോരുത്തരും നൽകുന്ന വാക്കുകളിൽ ആത്മീക വിവേചനത്തോടെ അതിനെ തിരിച്ചറിയണം. നിങ്ങളെ കീഴ്മേൽ മറിക്കാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങും ഇങ്ങും ഒക്കെ പോവുകയാണ്. സ്തോത്രം.
വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. ഏകാഗ്രത വിട്ടുപോകത്തക്ക നിലയിലുള്ള വശീകരണ തന്ത്രം. ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു മരുമകനാണ് എന്നിത്യാദി ആ ദൗത്യത്തിൽ നമ്മുടെ ഏകാഗ്രത നശിപ്പിക്കത്തക്ക നിലയിലേക്ക് ചില വാക്കുകളും വാചകങ്ങളും വരും. അത് നമ്മളെ കീഴ്മേൽ മറിക്കാനുള്ളതാകും. അതുകൊണ്ട് ഓർത്തോണം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങൾ എന്തോ ചെയ്യരുത്? ചതിക്കരുത്. അതിന് വിവേചന ബുദ്ധി ഉണ്ടാകണം. 8-ാം വാക്യം നോക്കിക്കേ, 2-ന്റെ 8-ാം വാക്യം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? കവർന്നു കളയരുത്. മറ്റുള്ളവരാൽ നമ്മൾ കവർന്നു പോകരുത്. തീവ്രവാദം, ഭീകരവാദം, മതമൗലികവാദം, അന്യ ഉപദേശങ്ങൾ, മറ്റൊരു സഭയിലേക്ക് ഒക്കെ നമ്മളെ കവർന്നു കൊണ്ടുപോകാൻ കാലിൽ തോണ്ടിക്കൊണ്ടുപോകും. കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ, കാക്ക റാഞ്ചിക്കൊണ്ടു പോകുന്ന പോലെ സഭയ്ക്കകത്തു നിന്ന്, പപ്പയുടെ കയ്യിൽ നിന്ന്, മമ്മിയുടെ കയ്യിൽ നിന്ന്, പാസ്റ്ററുടെ കയ്യിൽ നിന്ന് തലമുറകളെ അപഹരിക്കുന്ന ചില പോരുകളുണ്ട്, ദുരുപദേശത്തിൻ്റെ ഒക്കെ. ആരും നിങ്ങളെ വഴിമാറ്റിക്കൊണ്ടു പോകരുത്. അതാണ് 8-ാം വാക്യം. ഇനി 16-ാം വാക്യം നോക്കിക്കേ, അവിടെ പറയുന്നു ആരും നിങ്ങളെ വിധിക്കരുത്. ആരും നിങ്ങൾ എന്തോ ചെയ്യരുത്? ഭക്ഷണ കാര്യങ്ങളിൽ, വാവ, ശബത്ത്, തിരുനാള്, പെരുന്നാൾ കാര്യത്തിൽ ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കാൻ പാടില്ല. വിധിക്കപ്പെടാതെ ജീവിതത്തെ സൂക്ഷിച്ചോണം. നീ എന്താ ഇങ്ങനെ, നീ എന്താ അവിടെ, നീ എന്താ ഇന്നാരുടെ കൂടെ എന്നൊക്കെ ചോദിച്ചു ആരും നിങ്ങൾ എന്തോ ചെയ്യരുത്? വിധിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? നീ എന്നെ അവിടെ നിൽക്കുന്ന കണ്ട, നീ ഇന്നാരുടെ കൂടെ പോകുന്ന കണ്ടല്ലോ, നീ എന്നെ താമസിച്ച് എന്നോ, നീ എന്നെ ഈ ജാതി ഉടുത്തോണ്ട് നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ആരും നമ്മളെ വിധിക്കാതിരിക്കുന്നൊരു പെർഫെക്റ്റ് ലൈഫിലേക്ക് വരണം. അതാണ് 16-ാം വാക്യം. 18-ാം വാക്യം പറയുന്നത് ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവരാരും നിങ്ങളുടെ, 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം കണ്ടോ, ആരും നിങ്ങളുടെ വിരുത് എന്തോ ചെയ്യരുത്? തെറ്റിക്കരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാതെ കൃത്യതയോടെ നിവർത്തിക്കാൻ കഴിയണം. കോഴ്സ് ഇടയ്ക്ക് പോകരുത്, പഠനം ഇടയ്ക്ക് നിന്നു പോകരുത്, പ്രാർത്ഥന നിൽക്കരുത്, ആത്മീയത നിന്നു പോകരുത്, എടുത്ത തീരുമാനവും പ്രതിഷ്ഠയിലുമുള്ള ജീവിതം അങ്ങ് അന്യം വന്നു പോകരുത്. പൂരിപ്പിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഒരു വലിയ ടാസ്ക് ഉണ്ട്, അത് നിവർത്തിക്കാൻ കഴിയണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഈ 4 മുന്നറിയിപ്പുകളാണ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം സഭയോടുള്ള ശക്തമായ അപ്പോൾ കൊലോസ്യ ലേഖനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യത മനസ്സിലായോ? അടുത്ത 3-4 അധ്യായം എന്ന് പറയുന്നത് സ്നാനാനന്തര ജീവിതത്തിൻ്റെ ധർമ്മകർമ്മങ്ങളാണ്. സ്നാനപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളാണ് കൊലോസ്യ ലേഖനം 3-4 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. വളരെ ഗൗരവമാണ് ആ അധ്യായങ്ങളിലെ ഓരോ സംഗതികളും. അതിനകത്തെ കർമ്മപദങ്ങളെല്ലാം നിങ്ങൾ എടുക്കണം. 1-ാം വാക്യത്തിൽ 3-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 3-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു ഉയരത്തിലുള്ളത് ചിന്തിക്കണം. 3-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപ പ്രവർത്തികളെ മരിപ്പിക്കണം. അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു ദുർഭാഷണം അടക്കമുള്ളത് നിങ്ങൾ വിട്ടുകളയണം. കണ്ടോ? അങ്ങനെ ഒത്തിരി നടപടികൾ പറയുന്നുണ്ട്. 13-ാം വാക്യം പറയുന്നു ക്രിസ്തു ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? ക്ഷമിക്കണം. സ്നാനപ്പെട്ടവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കും. 4-ാം അധ്യായത്തിലും അതൊക്കെ തന്നെയാണ്. സ്നാനപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് നൽകുന്നതാണ്. കൊലോസ്യ ലേഖനം അല്പമെങ്കിലും ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൻ്റെ തീഷ്ണമായിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ നിരുപാധികം ഏറ്റെടുക്കുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എങ്ങും പാളിച്ച സംഭവിക്കത്തില്ല. ജീവിതം അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ആ ലേഖനത്തെ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. കൺവെൻഷനോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഈ സഭായോഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ മറക്കാതിരിക്കാൻ ഈ ലേഖനം ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുകയാണ്, ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഈ ലേഖനം ധ്യാനത്തിന് വേണ്ടി ഞാൻ വിശേഷാൽ നിങ്ങൾക്ക് കൈമാറുന്നു. അതിനെ കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ധ്യാനിക്കണം. ഇതിൽ വേരൂന്നി നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത 4-ന്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവസഭയ്ക്ക് വേണ്ടുന്ന 2 ക്വാളിറ്റി പറയുന്ന ഒരു അനുഗ്രഹം. സഭായോഗത്തിലൊക്കെയാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ തരേണ്ടത്. അതുകൊണ്ടാണ് അത് കൺവെൻഷൻ പ്രസംഗിക്കേണ്ടതല്ല. ഇത് സഭായോഗത്തിൽ വന്നിരിക്കുന്ന ഇടവകയിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് വന്നു കൂടുമ്പോൾ മാതാപിതാക്കളും മക്കളും എല്ലാവരും കൂടെ, ബന്ധുമിത്രാദികൾ, സഭ എല്ലാവരും ശുശ്രൂഷകനോട് ഒന്നിച്ച് കുടുംബങ്ങൾ സമാഗമിക്കുന്ന ഈ വേളയിൽ പ്രസ്താവിക്കപ്പെടേണ്ട അനുഗ്രഹിതമായൊരു ചിന്തയാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. സ്തോത്രം. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുക? ഒന്ന്, നിങ്ങളെല്ലാവരും ആരാകണം?
വായിച്ച കുറിവാക്യം നോക്ക്. തികഞ്ഞവരാകണം. പിന്നെ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമാകണം. കൊലോസ്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ദൈവസഭ വിശേഷാൽ പ്രാപിച്ചിരിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളാണ്. തികവ്, ദൈവഹിതത്തിൻ്റെ പൂർണ്ണത. സ്തോത്രം. നമ്മൾ വായിച്ച സങ്കീർത്തനം അതിനോട് യോജിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസന് ദൈവാത്മാവ് കൊടുത്ത നിയോഗത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. 84-ാം സങ്കീർത്തനം, അതിൻ്റെ തുടക്കവാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം. തിരുനിവാസം എന്ന് പറയുന്ന സഭയാണ്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തേക്കാൾ യഹോവയുടെ ആലയത്തേക്കാൾ ഏറ്റവും ഭംഗിയാർന്ന തിരുനിവാസം ദൈവസഭയാണ്. പഴയ നിയമത്തിൽ കതിരമരം കൊണ്ടുണ്ടാക്കിയത്, പൊന്നു പൊതിഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള വിശേഷപ്പെട്ട സംഗതികൾ കൊണ്ട് മനുഷ്യൻ നിർമ്മിതമായത്. പക്ഷേ ദൈവസഭ മനുഷ്യ നിർമ്മിതമല്ല, ദൈവം തൻ്റെ പുത്രൻ്റെ ചോര കൊണ്ട് രൂപീകരിച്ചതാണ്. അതിനേക്കാൾ മനോഹരമാകണം ദൈവസഭ. സ്തോത്രം. ഈ 84-ാം സങ്കീർത്തനം സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്ന വാക്യം അറിയാത്തവരായിട്ട് ആരും ഇടില്ല. 84 ഒന്നാന്നറിയാം. പക്ഷെ ഞാനൊരു വാക്യം പറയാം, അതെവിടാന്ന് ആര് പറയും? തിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം ചാകുന്നു. അങ്ങനെ ഒരു വാക്യം വായിച്ചിട്ടുണ്ടോ? സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അതെവിടാന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കീഴാരൂർ സഭയോട് അങ്ങനെ ചോദിക്കേണ്ട. അത് ഞങ്ങളെ കളിയാക്കുന്ന പോലാണെന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടാവും. പക്ഷേ ഈ വാക്യം എവിടാന്നറിയാമോ? തിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം എന്തോ ചെയ്യുന്നു? ചാകുന്നു. അപ്പോൾ ഈ മനോഹരമായി തിരുനിവാസത്തോട് അടുക്കേണ്ടതുപോലെ അടുത്തില്ലെങ്കിൽ എന്തോ ചെയ്യും? തട്ടിപ്പോവും. പിന്നെ തട്ടിപ്പോകാതിരിക്കുന്ന കൃപായുവോ ആയതുകൊണ്ട് മാത്രമാണ്. യഹോവയുടെ ആലയത്തോട് അടുക്കേണ്ടതുപോലെ അടുത്തില്ലെങ്കിൽ ചാവും. അങ്ങനെ വാക്ക് എവിടെയെങ്കിലും വായിച്ചാൽ ഓർക്കുന്നുണ്ടോ? മമ്മിമാർ, ആൻറ്റിമാർ വായിച്ചിട്ടുണ്ട്, പക്ഷേ എവിടെ നിന്നൊരു പിടിയില്ല. ഓക്കെ, സ്തോത്രം. ഇളം തലമുറയ്ക്ക് അറിയാൻ സാധ്യതയില്ല. കാരണം വേദോത്സവ വായന അത്ര വലിയ കാര്യമായിട്ടില്ലല്ലോ. ഉണ്ടോ? സ്തോത്രം. അത്യാവശ്യത്തിന് സാക്ഷ്യത്തിന് വേണ്ടി ഒരു വാക്യം തപ്പുന്നല്ലാതെ വേദോത്സവം നിരന്തരം വായിക്കുന്നവരാണോ? വായിക്കണം. 2025-ാം ആണ്ടൊരു വേദ വായന വർഷമാക്കി മാറ്റിക്കൊണ്ട്, എത്ര തിരക്കാണെങ്കിലും വേദോത്സവത്തിൽ 1, 2, 3 അധ്യായങ്ങൾ വായിച്ചിട്ടേ ഉറങ്ങുന്നുള്ളൊന്നൊരു തീരുമാനം ഉണ്ടാക്കണം. സ്തോത്രം. കാരണം ദൈവവചനം വായിക്കുന്നവനോടാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ വചനം വായിച്ചേ പറ്റുള്ളൂ നിങ്ങൾ. അപ്പോൾ ഈ വാക്യം എവിടെയാ? സംഖ്യാപുസ്തകം 17-ന്റെ 13 നോക്കിക്കേ. സംഖ്യ 17-ന്റെ 13. തിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം ചാകുന്നു എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. ഒരിക്കലും മറന്നു പോകരുത്. യഹോവയുടെ തിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം ചാകുന്നു. കണ്ടോ? ഞങ്ങളെല്ലാം ചത്തൊടുങ്ങണമോ? 17-ന്റെ 13 മറക്കരുത്. 84-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിന്റെ നേരെ ബദൽ വാക്യമാണ്. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ആ മനോഹരമായ തിരുനിവാസത്തോട് അടുക്കേണ്ടതുപോലെ അടുക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ തെറ്റി ആലയത്തിൽ വരുന്നവന് മരണമുറപ്പാണ്. മനസ്സിലായി? അവിടെ അക്ഷരിക മരണമായി, ഇവിടെ ആത്മീക മരണം സംഭവിക്കും. യഹോവയുടെ ആലയത്തിലേക്ക് വരുന്നതിൻ്റെ രീതി അറിയാമോ? സഭായോഗത്തിനൊക്കെ ഇത് പറയേണ്ടത്. അതുകൊണ്ട് പറയുകയാണ്. സ്ഥല എസ് ഐ ഇതൊന്നും പറയത്തില്ല. അതിനായി വരുന്ന എസ് ഐമാർ ഇത് പറയുന്നത്. സ്ഥല എസ് ഐ പറഞ്ഞാൽ അടുത്ത ആഴ്ചയും പിന്നെ നിങ്ങൾക്ക് കാണണ്ടേ പരസ്പരം. അതുകൊണ്ട് എസ് ഐക്ക് അറിയാഞ്ഞിട്ടല്ല പറയാത്തത്, നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം കളയണ്ടെന്ന് ഓർത്താ പറയുന്നത്. ഇപ്പം ഞാനിന്ന് രാത്രിയും കൂടെ പ്രസംഗിച്ചിട്ട് വണ്ടി കയറുന്ന ആളാണ്. അപ്പം ഞങ്ങൾ വരുന്ന എസ് ഐമാർക്ക് ഇത് പറയാം. ഓക്കെ. യഹോവയുടെ ആലയത്തിലേക്ക് വരുന്നതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അറിയാതെ ആരും ഈ കതകിന് ഇപ്പുറം കയറരുത്. ഈ ആലയത്തിലേക്ക് കയറാൻ ഇഷ്ടം പോലെ വഴിയുണ്ടല്ലേ. അവിടെ ഒരു വാതിൽ, അപ്പുറത്തൊരു വാതിൽ, 2, 3, 4, പിന്നെ ഇതിനകത്തൂടെ ഒരു വാതിൽ. എതിലെ വേണമെങ്കിലും ഇതിനകത്ത് കയറാം. ചില ആലയത്തിൽ ഒറ്റ വാതിലേ ഉള്ളൂ. ഇനി എത്ര വാതിലുണ്ടെങ്കിലും ആ വാതിലിനകത്തുകൂടെ നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ ശരീരത്തെ വഹിച്ചുകൊണ്ട് ആലയത്തിലേക്ക് വരുന്നതിന് മുൻപ് ചിന്തിക്കണം, എൻ്റെ ശരീരം ആലയത്തിൽ കൊണ്ടുപോകാൻ യോഗ്യമാണോ? ഞായർ സഭായോഗം കഴിഞ്ഞ് പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി വരെ ഈ കാല് ഈ ശരീരം കൊണ്ട് എവിടെല്ലാം പോയി? എന്തെല്ലാം കണ്ടു, കേട്ടു, തൊട്ടു, പിടിച്ചു, എടുത്തു, കഴിച്ചു, കുടിച്ചു, ഉടുത്തു, ആരോടൊക്കെ മുട്ടി, തട്ടി, ആരുമായിട്ടൊക്കെ ചേർന്നു. അങ്ങനെ എൻ്റെ ശരീരം യഹോവയുടെ ആലയത്തിൽ കൊണ്ടു കയറുന്നതിന് യോഗ്യമല്ലാതെയായി തീർന്നിട്ടുണ്ടോ എന്നെന്തോ ചെയ്യണം? അന്വേഷിക്കണം. അങ്ങനെ വല്ല അയോഗ്യതയും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആലയത്തിൽ കയറുന്നതിന് മുമ്പേ മാറി നിന്ന് ദൈവത്തോട് കരയണം. ആലയത്തിൽ വന്നിരുന്ന നമ്മുടെ പ്രാർത്ഥന തരണേ 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 എന്നാണ്.
ആ തരണേ തരണേ എന്ന് പറയുന്നതിന് മുമ്പ് കഴുകണമേ 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 എന്ന് പറയാൻ കഴിയണം. കണ്ണുനീര് കൊണ്ട് കഴുകൽ പ്രാപിച്ചു മാത്രമേ ആലയത്തിൽ പ്രവേശിക്കൂ. ഞാനൊരു വാക്യം പറയാം, അതെവിടെയെന്ന് പറയണം. അങ്ങനെ ബൈബിൾ അത് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് എന്താ? വാക്യം പറയണമെന്ന് പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ചേ, വാക്യം ഇങ്ങനെയാ: ആലയത്തിലെ പ്രവേശന വ്യവസ്ഥ എല്ലാവരും അറിയാം, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും അറിയണം. ആലയത്തിലെ പ്രവേശന വ്യവസ്ഥ ചുമ്മാ ഒരുങ്ങിക്കെട്ടി ആലയത്തിലേക്ക് സംഗീതോപകരണങ്ങളും വേദോത്സവവും പിന്നെ പാട്ടുത്സവം ഒക്കെ ആയിട്ട് ഓടി ഇങ്ങ് പോരാൻ പറ്റത്തില്ല. ആലയത്തിൽ വരുന്നതിന് മുമ്പ് ശരീരം യോഗ്യമാണോ എന്ന് അന്വേഷിക്കണം. ശരീരം യോഗ്യമാണോ എന്ന് പറഞ്ഞാൽ കുളിച്ചോ എന്നുള്ളതൊന്നുമല്ല, ഷർട്ട് തേച്ചോ ഫാൻസ് തേച്ചോ ചുരിദാറും സൽവാറും മെച്ചമാണോ അതൊന്നും അല്ല വിഷയം. ശരീരത്തിൻ്റെ യോഗ്യതയാണ്. വാക്യം ശ്രദ്ധിച്ചേ: നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എന്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ ആദരിക്കയില്ല, നിന്നോട് കരുണ കാണിക്കയില്ല, എൻ്റെ കടാക്ഷം നിങ്ങളിൽ നിന്നെടുത്തു മാറ്റും. അങ്ങനെ ഒരു വാക്യം വായിച്ചത് ആരുണ്ട്? നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും നീ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ എന്തോ ചെയ്തു? അശുദ്ധമാക്കി എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ലളിതമായി പറയാം, വെറുപ്പ് അകത്ത് സൂക്ഷിക്കുന്ന ഒരാൾ ആലയത്തിൽ വന്നാൽ അവൻ നിമിത്തം അവൾ നിമിത്തം ആലയം എന്ത് ചെയ്തു പോകും? അശുദ്ധമാവും. അവിടെ പറഞ്ഞേ, ആലയത്തിൽ വരുന്നതിന് മുമ്പ്, വീട്ടിൽ ഒരുങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണം, എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? എന്നെ ആരെങ്കിലും വെറുത്ത് നിൽക്കുകയാണോ? അതിൻ്റെ കാരണം എന്തായാലും ആ വ്യക്തി വിളിച്ചൊരു ക്ഷമാപണം നടത്തി സോറി പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് എവിടെ വരാവും? ആലയത്തിൽ വരാവും. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുക, കർത്തൃമേശ കഴിക്കാൻ പോവുക. ഈ അപ്പവും മീനും കഴിക്കുമ്പോൾ തന്നെ ഓർത്ത് നോക്കണം, മിണ്ടാതിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം? നമ്മളായിട്ട് പിണക്കത്തിലുള്ള എത്ര പേരുണ്ടെന്നറിയാമോ? കാലങ്ങളായി മിണ്ടാതിരിക്കുന്ന എത്ര പേരുണ്ട്? പിണങ്ങി അകന്നു പോയവർ. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ പോവുക. വെറുപ്പുള്ളവൻ എവിടെ വരാൻ പാടില്ല? യഹോവയുടെ ആലയത്തിൽ വരരുത്. പരസ്പര പിണക്കമോ വിദ്വേഷമോ പകയോ അകത്ത് സൂക്ഷിക്കുന്നവൻ എവിടെ വരാൻ പാടില്ല? യഹോവയുടെ ആലയത്തിൽ വരാൻ പാടില്ല. അടുത്ത മ്ലേച്ഛത, ക്ഷമിക്കപ്പെടാത്തതായിരിക്കുന്ന ചില വെറുപ്പുകൾ അകത്ത് സൂക്ഷിക്കുന്നവരുണ്ട്. കൊലോസ്യ ലേഖനം 3:13 പറയുന്നത്, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? ക്ഷമിക്കണം. മകനോട്, മകളോട്, പപ്പയോട്, മമ്മിയോട്, കൊച്ചുമക്കളോട്, വല്യപ്പച്ചനോട്, വല്യമ്മച്ചയോട്, സഹോദരങ്ങളോട്, ആങ്ങളയോട്, പെങ്ങളോട് പണ്ട് പിണങ്ങി ഇതുവരെ മിണ്ടാതെ അകന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവരും അപ്പോൾ മീഞ്ഞും കഴിക്കുന്നുണ്ട്. ആലയത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ആലയത്തെ അശുദ്ധമാക്കുന്നതാണെങ്കിൽ ഈ വിഭവങ്ങൾ കഴിക്കുന്ന അതിനേക്കാൾ പ്രശ്നമാവും. അതുകൊണ്ട് യോഗ്യതയോടുകൂടെ വേണം ഇത് കഴിക്കാനും, യോഗ്യതയോടുകൂടെ വേണം ആലയത്തിൽ പ്രവേശിക്കാൻ. മ്ലേച്ഛത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം? മ്ലേച്ഛത എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യം. ഒന്ന്, അന്യദൈവാരാധന. അതെന്തായാലും നമുക്കില്ല എന്ന് വിശ്വസിക്കാം. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി ഏതെങ്കിലും മൂർത്തികളെ, സങ്കല്പ ശക്തികളെ, ആവാഹനങ്ങളെ നമിക്കുകയോ അവിടെ കാണിക്കയിടുകയോ കാത്തോണെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുകയും ചെയ്തിട്ടാണ് ഇവിടെ വന്ന് കയറുന്നതെങ്കിൽ അത് മ്ലേച്ഛതയാണ്. മ്ലേച്ഛതയ്ക്ക് രണ്ടാമതൊരർത്ഥമുള്ളത് നിയമവിരുദ്ധ ലൈംഗികതയാണ്. ലൈംഗിക പാപമാണ് മ്ലേച്ഛത. അപ്പൊ ഈ വെറുപ്പും മ്ലേച്ഛതയുമുള്ളവൻ യഹോവയുടെ ആലയത്തിൽ വന്നാൽ അവൻ നിമിത്തം എന്തോ ചെയ്തു? യഹോവയുടെ ആലയം അശുദ്ധമാവും. ആലയത്തിൽ മീൻപൽപക്ഷിയും അതുപോലെ കുരുകിലൊക്കെ ഉണ്ട്. അതങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ആലയത്തിനകത്ത് എട്ടുകാലിയോ വെട്ട് പ്രാണിയൊക്കെ ഉണ്ടാകുക. ഓക്കെ, കൺവെൻഷനൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചുക്കിലി വലയൊക്കെ കാണും പല ആലയങ്ങളിലും. അതിനകത്ത് എട്ടുകാലിയൊക്കെ ഉണ്ടാകും. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഇതിനകത്തൂടെ പ്രാവ് കയറിയാലോ കാക്ക കയറിയാലോ അതൊന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ വെറുപ്പുള്ള ഒരുവൻ ഇതിനകത്ത് വന്നാൽ ആലയം അശുദ്ധമായി പോയി. അല്ല, ആ വാക്ക് എവിടാന്ന് അറിയാൻ വേണ്ടിയും കൂടെ ഞാനിങ്ങനെ സമയം തരികയായിരുന്നു കണ്ടുപിടിച്ചോ ആരെങ്കിലും? ഇല്ലില്ല, സ്തോത്രം. അങ്ങനെ വാക്യമുണ്ട്, നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയത് കൊണ്ട് എന്നാണ് ഞാൻ നിന്നോട് കരുണ കാണിക്കയില്ല, എൻ്റെ കടാക്ഷം നിങ്ങളിൽ നിന്നും മാറ്റിക്കളയും, നിന്നോട് ഞാൻ ആദരിക്കയില്ല. ആ വാക്യം ഒരിക്കലും മറക്കരുത്. ആലയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഓർത്ത് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കേണ്ട ഒരു വാക്യമാണ് യെഹെസ്കേൽ 5:11 വാക്യം. യെഹെസ്കേൽ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 11. ആ വാക്യത്തിൻ്റെ ഭാഷ്യമാണ് യേശു പറയുന്നത്. എന്തോന്നാണെന്നറിയാമോ? നീ ആലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ബോധ്യമായാൽ നീ എന്തോ ചെയ്യണം? നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് അവനോട് ആദ്യം എന്ത് ചെയ്യണം?
നിരക്കണം, നിരന്ന് വന്നിട്ട് ആലയത്തിൽ വന്നാൽ മതിയെന്ന്. യെഹെസ്കേൽ 5:11 വാക്യമാണ്. കിട്ടിയെങ്കിൽ ഓർത്തുകൊള്ളണം. ആ വാക്യം വായിപ്പിക്കാൻ നേരമില്ല, മുൻപോട്ട് പോവാം. ആ യെഹെസ്കേൽ 5:11 ധ്യാനിച്ചിട്ട് മാത്രമേ ആലയത്തിൽ വരാവൂ. അല്ലാത്തവൻ ആലയത്തിൽ വന്നാൽ അവൻ നിമിത്തം അവൾ നിമിത്തം ആലയം എന്ത് ചെയ്തു പോയെന്നാ? അശുദ്ധമായി പോയി. ഇനി പറ, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരമാകുന്ന എങ്ങനെയാണെന്നറിയാമോ? യോഗ്യതയുള്ളവർ ഇതിനകത്ത് വരുമ്പോഴാണ്. ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ പോരാ, യോഗ്യതയോടുകൂടെ ആലയത്തിൽ വരണം. അങ്ങനെ വരുമ്പോഴാണ് ഇത് മനോഹരമായി മാറുന്നത്. സ്വതന്ത്രം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. അവിടെ പറയുന്നത് നിങ്ങൾ തികഞ്ഞവരാകണം. ദൈവസഭയ്ക്ക് വേണ്ടുന്ന 1, 2, 3 തികവുകളെ ഞാൻ പറഞ്ഞു വേഗം അവസാനിപ്പിക്കാം. ദൈവസഭ തികഞ്ഞതാകണം. അത് അസംബ്ലീസ് ഓഫ് ഗോഡ് ആയാലും IPC ആയാലും ശാരോനായാലും സ്വതന്ത്ര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട സഭയാണെങ്കിലും സഭയ്ക്ക് എന്തോ വേണമെന്ന തികവ് വേണം. 1. 2, ദൈവഹിതം സംബന്ധിച്ച് സഭ പൂർണ്ണ നിശ്ചയമുള്ള സഭ എന്ന് പറയുന്നത് കെട്ടിടമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോരുത്തരുമാണ്. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവപൈതൽ തന്നെയാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്വാളിറ്റി വേണം. 1, നമ്മൾ ആരാകണം? തികഞ്ഞവരാകണം. നമുക്ക് വേണ്ടുന്ന ചില തികവുകൾ 1, 2, 3, 4 എന്ന് കുറിച്ചോണം, പഠിച്ചോണം, അതിനെ പ്രാപിച്ചോണം. 1ാമത്തെ തികവ് വിശുദ്ധിയുടെ തികവാണ്. 1ാമത്തെ തികവ് ഏതാ? ദൈവസഭയ്ക്ക് വേണ്ടുന്നത് വിശുദ്ധിയുടെ തികവാണ്. ആലയത്തിൻ്റെ മെച്ചമല്ല, ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ മെച്ചമല്ല, സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയല്ല, ഇട്ടിരിക്കാനുള്ള സംവിധാനങ്ങളോ അതിൻ്റെതായിരിക്കുന്ന പെരുമയൊന്നുമല്ല. ദൈവസഭയുടെ 1ാമത്തെ തികവ് വിശുദ്ധിയുടെ തികവാണ്. സ്തോത്രം. നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നൊരൊറ്റ വാക്യമേ ഉള്ളൂ വിശുദ്ധ ബൈബിളിൽ. ഏതാണ് വാക്യം? വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ നിങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എഴുതിയ പാട്ട്. ഏതാ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. വിശുദ്ധിയെ തികയ്ക്കണമെന്ന് പറയുന്ന ഒറ്റ വാക്യം, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതപ്പെട്ട പാട്ടാണത്. ആ വാക്യം ഏതാ? 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത് വാക്യം. 2 കൊരിന്ത്യർ 7:1 മാത്രമേ വിശുദ്ധിയെ തികയ്ക്കാൻ പറയുന്നുള്ളൂ. കൈകൾ വിശുദ്ധമാകണം, വസ്ത്രം വിശുദ്ധമാകണം, ശരീരം വിശുദ്ധമാകണം എന്നൊക്കെ പറയും. പാർപ്പിടം വിശുദ്ധമാകണം, ആലയം വിശുദ്ധമാകണം എന്നൊക്കെ ഒത്തിരി വാക്യങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധിയെ തികച്ചു കൊള്ളണമെന്നൊരൊറ്റ വാക്യമേ ഉള്ളൂ. അത് 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത് വാക്യമാണ്. കിട്ടിയവർ വായിച്ചേ. നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച്, വിശുദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് പാസ്റ്ററെ പേടിച്ചല്ല, പപ്പയെ പേടിച്ചല്ല, മമ്മിയെ പേടിച്ചല്ല, നാട്ടുകാരെ പേടിച്ചല്ല, ദൈവഭയത്തിലാകണം. വിശുദ്ധിയുടെ കുറേ പ്രമാണങ്ങൾ, നിയമസംഹിതകൾ നമുക്കുണ്ടെന്നുള്ളത് കൊണ്ടല്ല നമ്മൾ വിശുദ്ധരാകേണ്ടത്. നിയമം എഴുതപ്പെട്ട് കിട്ടുന്നതിന് മുൻപേ വിശുദ്ധിയെ കാത്ത ഭക്തന്മാരുണ്ടായിരുന്നു. യോബിൻ്റെ കാലത്തൊന്നും വേദോത്സവം ഇല്ലെന്ന്. യോസഫിൻ്റെ കാലത്ത് വേദോത്സവം ഇല്ല. യോസഫ് പറയുന്നു, നിന്നോട് ഈ പാപം ചെയ്ത് എൻ്റെ ദൈവത്തോട് നിന്നോട് ഈ ദോഷം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. അന്ന് വേദോത്സവം ഇല്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ലേവിയായുടെ വിശുദ്ധ പ്രമാണങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. ലേവിയ എഴുതുന്ന മോശ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ആളാണ് യോസഫ് എന്ന് പറയുന്ന ആള്. അറിയാമോ? യോസഫിന് പ്രമാണമില്ല, പക്ഷെ പിതാക്കന്മാരുടെ കൈമാറി വന്ന വിശുദ്ധിയുടെ പ്രമാണങ്ങളെ അകതാരിൽ സൂക്ഷിച്ച ഭക്തനായ മനുഷ്യനായിരുന്നു യോസഫ്. അബ്രഹാമിന്റെ സമകാലികനായിരിക്കുന്ന ഇയ്യോബിന്റെ കാലത്ത് വേദപുസ്തകമില്ല. കണ്ടില്ലേ? ഇയ്യോ പറയാണ്, ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തിരിക്കുന്നു. സ്വത്രം. അപ്പം ശരീര അവയവ വ്യവസ്ഥിതികളെ വിശുദ്ധിയിൽ കാക്കാൻ ആ ഭക്തന്മാർക്ക് കിട്ടിയ ചേതന, പ്രചോദനം ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട പ്രചോദനമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവസഭയുടെ മനോഹാരിത, ദൈവസഭയുടെ ഏറ്റവും വലിയ സവിശേഷത, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം, കീഴാറൂർ സഭയുടെ മനോഹാരിത എന്ന് പറയുന്നത് വിശുദ്ധിയല്ല, വിശുദ്ധിയുടെ തികവായിരിക്കണം. ഒരു ദോഷവുമില്ലാത്ത വ്യക്തികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറുമ്പോൾ ഇത് യഹോവയ്ക്ക് പ്രസാദമുള്ളൊരു സഭയായി മാറും. അപ്പൊ എന്തിന്റെ തികവ് വേണം? എന്തിന്റെ തികവ് വേണം? വിശുദ്ധിയുടെ
തികവ്, വിശുദ്ധിയുടെ തികവ്. മറന്നുപോകരുത് ഒരിക്കലും വിശുദ്ധിയുടെ തികവ് എന്ന് പറയുന്നത്. വിശുദ്ധിയുടെ തികവെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശകലനം എന്താണെന്നറിയാമോ? നമ്മിലെ ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് കന്മഷമില്ലാത്തതാകണം, നമ്മുടെ ദേഹി അശുദ്ധ വിചാരങ്ങളില്ലാത്തതാകണം, നമ്മുടെ ദേഹം അന്ധകാരമുള്ളതാകരുത്. അപ്പം ആത്മാവ്, ദേഹി, ദേഹം ഇത് മൂന്നും ഒരേപോലെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ സുതാര്യതയുള്ളതാണെങ്കിൽ അതാണ് വിശുദ്ധിയുടെ തികവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ബോധ്യമായവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യും. ചിലരുടെ ആത്മാവ് ഭയങ്കര വിശുദ്ധിയായിരിക്കും, പക്ഷെ അവരുടെ ദേഹി അശുദ്ധ വിചാരങ്ങൾ, പക, പിണക്കം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരും ഇതെല്ലാം അകത്തവർ സൂക്ഷിക്കും. അപ്പം അകം അങ്ങോട്ട് വല്ലാതെ മലീമസമാകും. ചിലരുടെ ആത്മാവും ദേഹിക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവരുടെ ശരീരം കണ്ണുകൊണ്ട് അരുതരുതാത്തത് കണ്ട്, കാതുകൊണ്ട് അരുതരുതാത്തത് കേട്ട്, നാവ് കൊണ്ട് അരുതരുതാത്തത് പറഞ്ഞ്, ആവശ്യമില്ലാത്തതൊക്കെ ഡയൽ ചെയ്യാൻ വിരലുകൾ വിട്ടുകൊടുത്ത്, തൊടാനും പിടിക്കാനും ഒക്കെ വിട്ടുകൊടുത്ത് വിരലുകൾ മലീമസമായി മാറുന്ന ഒരു ഗതികേടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കൈകൾ അശുദ്ധമായി പോകും, കൈകൾ രക്തക്കറ പറ്റും, കൈകൾ മലിനത പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിരലുകൾ മലിനമായിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. വിരലുകൾ എങ്ങനെ മലിനമാകുന്നത്? ചെളി വാരുമ്പോഴാണ്. വിരലുകൾ എങ്ങനെ മലിനമാകുന്നത്? വിരലുകൾ മലിനമാകുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമല്ലാത്തത് തൊടുകയും പിടിക്കുകയും ചെയ്യുമ്പോഴാണ്. ടച്ച് സ്ക്രീനിൽ കീപാഡിലും നമ്മുടെ വിരലുകൾ ഓടുമ്പോൾ അനാവശ്യവും അനാത്മികവുമായി ഇത് ചെയ്താൽ വിരലുകൾ മലിനമാകും. യെസ്, ആധുനിക കാലത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേടാണത്, വിരലുകളുടെ മാലിന്യം. കൈയടിച്ച് പാട്ട് പാടാനുള്ളതായി വിരല്. മനസ്സിലായില്ലേ? ദൈവദാസനെ കാണുമ്പോൾ പ്രൈസ് ലോർഡ് പാസ് എന്ന് പറയാനുള്ളതാണ്. മനസ്സിലാവും? വലിച്ചു കെട്ടിയ സ്ട്രിങ്സ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി താളത്തിന് മീട്ടാനുള്ളതാ. കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ വിരലോടിക്കാനുള്ളതാണ് ഈ വിരല്. മമ്മി ഉണ്ടാക്കി തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം സ്തോത്രം പറഞ്ഞ് ഇളക്കി കഴിക്കാനുള്ളതാ വിരല്. വേദപുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കാനുള്ളതാ, പാട്ടുപുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കാനുള്ളതാ, അല്ലാതെ വാട്സപ്പിലിട്ട് തോണ്ടി തോണ്ടി ഇതിനെ മലിനമാക്കാനുള്ളതല്ല. മനസ്സിലായില്ലേ? അനാവശ്യമായി ഇതിനു വേണ്ടി നിന്റെ വിരൽ തോണ്ടിയാലുണ്ടല്ലോ അത് മലിനമായി മാറും. ആ വിരൽ കൊണ്ട് പിന്നെ ഒരു നടപടിക്കും കൊള്ളാതെ വരും. സ്വതന്ത്രം. കീബോർഡ് വായിക്കുന്നവരും, തബല വായിക്കുന്നവരും, ഗിറ്റാർ വായിക്കുന്നവരും, വീണ വായിക്കുന്നവരും, കൈയടിച്ച് പാട്ട് പാടുന്നവരും, ടാമറൻ ഉപയോഗിക്കുന്നവരൊക്കെ ഓർത്തോണം, എൻ്റെ വിരലുകൾ കൊണ്ടാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രസംഗിക്കുന്നവർ പ്രസംഗം നടത്തുമ്പോൾ ഈ മൈക്രോഫോൺ പിടിക്കാൻ, വേദപുസ്തകം പിടിക്കാൻ ഒക്കെ ഉള്ളതാണ് ഈ വിരല്. മനസ്സിലായില്ലേ? സ്തോത്രം പറയാൻ വേണ്ടി വിരൽ ചൂണ്ടുക, വിരൽ നമ്മൾ കൂപ്പുകയാണ്. കണ്ടില്ലേ? മറ്റൊരാളിനെ ഉപദേശിക്കാൻ ചൂണ്ടുന്നതാണ് വിരല്. അപ്പൊ വിരലെന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ളതാ. ഇത് മലിനമായി പോകാൻ പാടില്ല. സ്തോത്രം. വിരൽ മലിനമായി പോയെന്നുള്ള വാക്യം എവിടെയെന്നറിയാമോ? കീപാഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ടച്ച് സ്ക്രീൻ ഉണ്ടാകുന്നതിന് മുമ്പ്. ഇന്നത്തെ ഏതെങ്കിലും യന്ത്ര സംവിധാനങ്ങൾ വിരലുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ഉണ്ടാക്കപ്പെടുന്നതിന് മുൻപ് ജീവിച്ചിരുന്നൊരു പ്രവാചകൻ ആത്മാവിൽ കണ്ടുകൊണ്ട് വിരലുകൾ കൊണ്ട് ശരീരത്തെ മലിനമാക്കുന്ന, വിരലുകൾ കൊണ്ട് കുടുംബജീവിതം തകർക്കുന്ന, വിരലുകൾ കൊണ്ട് ആകപ്പാടെയുള്ള അവസ്ഥയ്ക്ക് താറുമാറുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതി വരുമെന്നുള്ളത് മുൻമേ കണ്ടിട്ട് പ്രവാചകൻ എഴുതി വെച്ചു. 59-ാം അധ്യായം 3-ാം വാക്യം. യെശയ്യാ പ്രവചനം നോക്കിക്കേ. കുഞ്ഞുങ്ങളെല്ലാവരും ആ വാക്യം മറന്നു പോകരുത്. മൊബൈൽ ഫോൺ കൈ കൊണ്ട് തൊടുമ്പം, ലാപ്ടോപ്പ് തൊടുമ്പം, ഐപാഡ് തൊടുമ്പം, കമ്പ്യൂട്ടർ തൊടുമ്പം അതിനു മുമ്പ് 59-ന്റെ 3 എന്നൊരു സമവാക്യം ഓർത്തോണം. വായിച്ചേ. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും. കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല, അത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ സംഗതി, നിങ്ങളുടെ വിരലുകൾ എന്തുകൊണ്ട്? അകൃത്യം കൊണ്ട് മലിനമായി എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമല്ലാത്തത് നീ ഡയൽ ചെയ്തപ്പം, കൃത്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ അനധികൃതമായത് നീ ഡയൽ ചെയ്തപ്പം, അക്ഷരക്കൂട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ നിന്റെ വിരലുകൾ എന്ത് ചെയ്തു പോയി? മലിനമായി പോയി. ആ മലിനമായ വിരലുകൾ വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് വിശുദ്ധിയുടെ തികവ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കളങ്കമില്ലായ്മ, ദേഹിയുടെ കളങ്കമില്ലായ്മ, ദേഹത്തിൻ്റെ കളങ്കമില്ലായ്മ. ഈ 3 മണ്ഡലങ്ങളും ഒരേപോലെ നമ്മൾ സൂക്ഷിച്ചാൽ അതാണ് വിശുദ്ധിയുടെ തികവ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പുതിയ നിയമത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ കേട്ടിട്ട് സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ച് സ്വർഗത്തിലെത്തേണ്ടതിന് വേണ്ടി, നിർമ്മല കന്യകാത്വം സൂക്ഷിക്കേണ്ടതിന്, പുനരാഗമിക്കുന്ന കർത്താവിനോടൊപ്പം എടുത്തുകൊള്ളപ്പെടേണ്ടതിന് ആവശ്യമായ ആത്മീയ ഉപദേശങ്ങളാണ് പറയുക. ദാവീദും ഗോലിയാത്തും ഏലിയാവും ഒന്നുമല്ല ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുള്ളത്.
കേട്ടിട്ടുള്ളത് പുതിയ നിയമത്തിന്റെ അനുഗ്രഹീതമായ ഉപദേശ സത്യങ്ങളാണ്. അത് കേട്ട് ബോധ്യമായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. നമ്മുടെ ശരീരം, നമ്മുടെ ദേഹി, നമ്മുടെ ആത്മാവ് ഒരിക്കലും മലിനമാകരുത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ തികവ് ഏതിൻ്റെ തികവാ? വിശുദ്ധിയുടെ തികവ്. രാത്രിയും പകലുമെല്ലാം വിശുദ്ധിയുടെ തികവുള്ളവരാണ്, പോക്കിലും വരവിലും. കേട്ടെ, സാമ്പത്തിക ജീവിതം വിശുദ്ധിയുടെ തികവാകണം, ദാമ്പത്യ ജീവിതം വിശുദ്ധിയുടെ തികവാകണം, സാമൂഹ്യ ജീവിതം, സഭാജീവിതം, പരസ്പരമുള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ എന്തിൻ്റെ തികവാകണം? വിശുദ്ധിയുടെ തികവാകണം. അശുദ്ധിയിലേക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം പോകരുത്, സാമ്പത്തിക ജീവിതം പോകരുത്. വ്യക്തിപരമായി വിദ്യാഭ്യാസ മണ്ഡലമെല്ലാം വിശുദ്ധമാകണം. വിശുദ്ധിയുടെ തികവെന്നൊരു സമവാക്യം അകത്തങ്ങ് സൂക്ഷിച്ചോണം. അടുത്ത തികവ് ഏതാണെന്നറിയാമോ? സഭയ്ക്ക് വേണ്ടുന്ന അടുത്ത തികവ് ഐക്യത്തിൻ്റെ തികവാണ്. എന്തിൻ്റെ തികവാ? ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ കുലത്തിൻ്റെയോ പേരിൽ ഒരു വിഭാഗികത ഉണ്ടാകാതെ സഭ ഒന്നാകണം. ഐക്യത്തിൻ്റെ തികവെന്നുള്ളതിനൊരു വാക്യം തരാം. യോഹന്നാന്റെ സുവിശേഷം 17:23 നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ഒന്നാകേണ്ടതിന് ഇവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്. യോഹന്നാൻ 17:23 വായിച്ചേ പെട്ടെന്ന്. നീ എന്നിലും അത് തന്നെ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകണം. അപ്പൊ സഭയുടെ മനോഹാരിത, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. മനോഹരമാകുന്നതിന്റെ ഒന്നാമത്തെ കാര്യം വിശുദ്ധിയുടെ തികവാണ്. രണ്ടാമത്തെ കാര്യം എന്തിന്റെ തികവാ? എന്തിന്റെ തികവ പറഞ്ഞേ? ഐക്യത്തിൻ്റെ തികവാണ്. ഐക്യത എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. മലയാള ഭാഷയിൽ ഐക്യത എന്നൊരു പദമില്ല, നമ്മൾ ഉണ്ടാക്കിയൊരു പദമാണ്. ഐക്യമാണ്. ഭാഷാജ്ഞാനമുള്ളവർക്കറിയാം. ഐക്യത എന്ന് പറയുന്നത് തെറ്റിപ്പറയുന്ന പദമാണ്. ഐക്യത അല്ല, ഐക്യമാണ്. ഐക്യം എന്നുള്ളത് അത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കാര്യം, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഐക്യമാകുക, ഐക്യമായി നിന്നു വേല ചെയ്തിടുകിൽ. അറിയാലോ പാട്ട്. ഐക്യതയോടെ നിൽക്കണമെന്നല്ല, ഐക്യം എന്നുള്ളതാണ്. ഐക്യമായി നിൽക്കുക എന്നുള്ളത്. അപ്പം സഭയുടെ ഏറ്റവും വലിയ മനോഹാരിത രണ്ടാമത്തേത് ഐക്യമാകുക എന്നുള്ളതാണ്. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? ഒട്ടനവധി വിഭാഗികതകളുണ്ട്. സാമ്പത്തികമുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, സാമ്പത്തികമില്ലാത്തവരുടെ ഒരു ഗ്രൂപ്പ്, ഇടത്തരക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു തൊഴിലും ഇല്ലാത്തവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, കൂലിവേലക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. മനസ്സിലായില്ലേ? വലിയ വീടുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, കുഞ്ഞു വീടുകളുള്ളവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, പുറമ്പോക്കിൽ കഴിയുന്നവരുടെ ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ സഭയ്ക്കകത്ത് തന്നെ പല ഗ്രേഡുകളാണുള്ളത്. പക്ഷേ ആത്മീയമായി എല്ലാവരും ഐക്യമാകാൻ കഴിയണം. കാരണം ഒരു രക്തമാണ് നമ്മെ കഴുകിയത്, ഒരു പാനപാത്രത്തിൻ്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും എന്നറിയണം. ഈ പറയപ്പെട്ട തികവിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. വിഭാഗികതയുടെ യാതൊരു വിധത്തിലുള്ള ലാഞ്ചനയുമില്ലാതെ ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. ഈ യോഗ്യതകളുള്ളവർക്ക് വേണ്ടിയാണ് ഈ വിഭവം ഇപ്പോൾ തരാൻ പോകുന്നത്. ഈ യോഗ്യതകളില്ലാത്തവരാരും ഈ മേശയോട് അടുക്കരുത്. ഈ യോഗ്യതകളുള്ളവരാരും മേശയിൽ നകന്നു പോവുകയും ചെയ്യരുത്. ഇത് യോഗ്യതയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഐക്യം നഷ്ടപ്പെട്ടു പോകരുത്. ഐക്യത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വീട്ടിൽ ഐക്യമുണ്ടാകണം. ഭാര്യ ഭർത്താവിൻ്റെ ബന്ധം ഐക്യമാകണം, കുഞ്ഞുങ്ങളുമായിട്ട് ഐക്യമാകണം, അവരെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റണം, മാതാപിതാക്കളുമായി നല്ല ബന്ധം ഐക്യമാകാൻ കഴിയണം, അവരോട് അകന്നു പോകരുത്. നമ്മളുമായിട്ട് ഇഴയെടുപ്പമുള്ള വ്യക്തികളോട് നിരന്തരം സംസാരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. വീട്ടിൽ പ്രായമായ പപ്പമാരോടും മമ്മിമാരോടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾ ഉറപ്പുവരുത്തണം. തിരക്കാന്ന് പറഞ്ഞവരുടെ മുറിയിലോട്ട് പോകാതിരിക്കുക പോലും ചെയ്യരുത്. നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാൻ നിങ്ങളടുത്തിരിക്കുന്നത് അനുഭവിപ്പാൻ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാരും കിടന്നുപോയ മാതാപിതാക്കളെ സൂക്ഷിക്കാറില്ല, പോകാറില്ല, അവരുടെ മുറിയിലേക്ക് ചെല്ലാറില്ല. അതൊരു വലിയ ദുരന്തമാണ്. അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. പ്രായം കൂടുന്തോറും അവരുമായിട്ടുള്ള നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് വലുതായിരിക്കണം. അകത്തിക്കളയരുതവരെ ഒരു കാരണവശാലും. മനസ്സിലായി? ബന്ധങ്ങളിൽ അനുഗ്രഹീതമായ ഐക്യം സൂക്ഷിച്ചോണം. മിണ്ടാട്ടമില്ലായ്മയോ ഉരിയാട്ടമില്ലായ്മയോ ഒന്നും നമുക്ക് വരാൻ പാടില്ല. ഓക്കെ, വിടുന്നു. സമയം
പോകുന്നല്ലോ. അടുത്ത ഒരൈക്യം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അത് സ്നേഹത്തിൻ്റെ തികവ്. അല്ല, ഐക്യമല്ല, തികവ് ഞാൻ പരിചയപ്പെടുത്താം. അത് സ്നേഹത്തിൻ്റെ തികവാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത് വാക്യം. ദൈവസഭയ്ക്ക് വേണ്ടുന്ന അടുത്ത തികവാണ് സ്നേഹത്തിൻ്റെ തികവെന്ന് പറയുന്നു. 1 യോഹന്നാൻ 2-ന്റെ 5-ാം വാക്യം. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞു. അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഏത് തികവുള്ളവരാകണം? ദൈവസ്നേഹത്തിൻ്റെ തികവ്. സ്നേഹം ഉണ്ടോ? സ്നേഹം ഉണ്ടായാൽ പോരാ. സ്നേഹം നമ്മുടെ കുടുംബ സ്നേഹം, പരസ്പര പരിചയത്തിൻ്റെ സ്നേഹം, ഒന്നിച്ച് പഠിച്ച സ്നേഹം, ഒന്നിച്ച് ജോലി ചെയ്ത സ്നേഹം, അങ്ങനെയൊക്കെ പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന ഒരേ ഒരു ഘടകം ദൈവസ്നേഹമാണ്. ഞാൻ ആ ജാതി മറക്കുന്നു, ഈ ജാതി മറക്കുന്നു, അവരുടെ ആ ഇടപാട് ഞാൻ മറക്കുന്നു. കാരണം എന്നിൽ വ്യാപരിക്കുന്ന ദൈവസ്നേഹമായതുകൊണ്ട്. ദൈവസ്നേഹം അകത്തുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള വിഭാഗികതകളുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിപ്പാനായിട്ട് കഴിയും. എല്ലാവരെയും സ്നേഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാം മറന്ന് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ട്. എബ്രായിൽ ജനിച്ച എബ്രായനായിരിക്കുന്ന പൗലോസ് ഒനേസിമോസ് എന്ന് പറയുന്ന നീഗ്രോ യുവാവിനെ കുറിച്ച് പറയുന്നു, അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. ഓ, അതാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. കണ്ടോ, എബ്രായിൽ ജനിച്ച എബ്രായൻ, 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, യഹൂദ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നൊക്കെ പറയുന്ന പൗലോസ് തൻ്റെ കാസ്റ്റ് ഐഡന്റിറ്റി പറയുന്നുണ്ട്. അതേ പൗലോസ് ആണ് പറയുന്നത്, അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. യേശുവിൻ്റെ ക്രൂശിൻ്റെ നിന്ന വഹിക്കാൻ വയലിൽ നിന്ന് കയറി വരുന്ന കുറേനക്കാരനായ ശിമോന്റെ ഭാര്യ, ശിമോൻ എന്ന് പറയുന്ന കുറേന രാജ്യത്തുള്ളവൻ, ആഫ്രിക്കനാണ്, ആഫ്രിക്കൻ വംശജനാണ്, കാക്കക്കറുമ്പനായ ഒരു മനുഷ്യൻ, നീഗ്രോയാണ് ഈ ശിമോൻ. അവൻ്റെ ഭാര്യ നീഗ്രോ അമ്മച്ചിയാണ്. ആ നീഗ്രോ അമ്മച്ചിയെ കുറിച്ച് പൗലോസ് പറയുന്നത്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയെ വന്ദനം ചെയ്യണം. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. അത് പറയാനുള്ള കാരണം ഈ സ്നേഹത്തിൻ്റെ തികവാണ്. പരസ്പരം സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ, വഹിക്കാൻ, ക്ഷമിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവസഭയുടെ മനോഹാരിത. ഇനി വായിച്ച വാക്യം നോക്കിക്കേ, നിങ്ങൾ തികഞ്ഞവരാകണം. ഏതിലൊക്കെ തികയണം? വിശുദ്ധിയിൽ തികയണം, ഐക്യത്തിൽ തികയണം, മാത്രമല്ല സ്നേഹത്തിൽ തികയണം. 2 കൊരിന്ത്യർ 12-ന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുക, ദൈവശക്തിയിൽ തികഞ്ഞവരാകണം. ഓ ഹല്ലേലൂയ. ഞാൻ മാറിപ്പോകണം, എൻ്റെ ബലഹീനത നീങ്ങിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം, 3 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. എല്ലാവരും, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും, മുൻനിരക്കാരും മുതൽ ഏറ്റവും പുറകിൽ വരെ, ആലയത്തിനകത്തിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണം. യഹോവയുടെ ശക്തിയാൽ നാം തികയണം. ദൈവശക്തി കൊണ്ട് നാം തികയണമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവശക്തിയുടെ വല്ലഭത്വം അതിശ്രേഷ്ഠമായ ഒന്നാണ്. എഫെസ്യ ലേഖനം 1-19 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അന്ധകാരത്തിന്റെ പോരുകളോട് പടപൊരുതേണ്ടതിന്, നമ്മുടെ ജഡത്തോട് പോരാടുന്ന പോരാട്ടങ്ങളോട് പടപൊരുതേണ്ടതിന്, വിശുദ്ധിയുടെ തട്ടകത്തിൽ നിലയുറപ്പിക്കേണ്ടതിന് ദൈവശക്തി കൊണ്ട് നമ്മൾ തികഞ്ഞേ പറ്റുകയുള്ളൂ. നിങ്ങൾ തികഞ്ഞവരാകണം. ഈ തികവ് നമ്മിലേക്ക് വ്യാപരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവഗീതം ഇന്നതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ തികവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ ദൈവഗീതം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യമാക്കി തരും. ആത്മാവുമായിട്ട് അകന്ന് നിൽക്കരുത്, ആത്മശക്തിയിൽ തികഞ്ഞവരാകണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഈ തികവുകളെല്ലാം, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ തികവുകളെല്ലാം ഉള്ളവർക്ക് വേണ്ടിയുള്ള വിഭവമാണ് ദൈവദാസൻ വിതരണം ചെയ്യാൻ പോവുക. എത്ര പേർക്ക് അതിനകത്ത് പ്രാഗൽഭ്യമുണ്ട്? അവരവരെ ശ്രദ്ധിച്ചുകൊള്ളണം. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിളിൽ അപ്പവും വീഞ്ഞും ആദ്യം എവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? കുഞ്ഞുങ്ങൾ പറ. വേദപുസ്തകത്തിൽ അപ്പവും വീഞ്ഞും ആദ്യം എവിടെ പറഞ്ഞിരിക്കുന്നു? ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും മൗനമായിരുന്നല്ലോ ഉത്തരം. നിങ്ങളിൽ നിന്നൊരു കീഴാറൂരിൽ നിന്നൊരു ഉത്തരം എനിക്ക് കോട്ടയത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? വേദപുസ്തകത്തിൽ അപ്പവും വീഞ്ഞും ആദ്യം എവിടെയാണ് കാണുക? എവിടെ? മത്തായിലോ? അല്ല. സമയം പോകുന്നതുകൊണ്ട് ഉത്തരം ക്രിസ്മസ് തന്നെ പറയാം. പോയിന്റ് എനിക്ക് തന്നെ തരുമല്ലോ. ഓക്കെ, മറന്നു പോകരുത്. വേദപുസ്തകത്തിൽ അപ്പവും വീഞ്ഞും ആദ്യം കാണുന്ന ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ. മൽക്കിസദേക്കിൻ്റെ കയ്യിലൊരു തളിക, അതിനകത്ത് അപ്പമുണ്ട്, പിന്നെന്തോ ഉണ്ട്? വീഞ്ഞുണ്ട്. മൽക്കിസദേക്ക് എന്ന് പറയുന്ന ശാലേം രാജാവ് ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നമുക്ക് സഭയായിട്ട് ചെന്ന് ചോദിക്കാം, സാറേ ആർക്ക് കൊടുക്കാനായി ഇത്? ഞങ്ങൾക്ക് തരുമോ? അദ്ദേഹം പറഞ്ഞു, നോ, നിങ്ങൾക്ക് തരാനുള്ളതല്ല. പിന്നെ ആർക്കാണ്? അദ്ദേഹം പറയുകയാണ്,
5 രാജാക്കന്മാരെ തോൽപ്പിച്ചോടിച്ച് ഇപ്പം ജയിച്ചൊരുവൻ കയറി വരും. ഉണ്ടോ? രാജാക്കന്മാർ കൊണ്ടുപോയതായി പിടിച്ചു കൊണ്ടുപോയതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങളെ തോൽപ്പിച്ച ആ രാജാക്കന്മാരെ പിടിച്ചു കെട്ടി ഒരുത്തനിപ്പം കയറി വരും. 5 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് ജയിച്ചു വരുന്നവനെ സ്വീകരിക്കാനുള്ള വിഭവമാണ് അപ്പവും മീഞ്ഞും. അപ്പോൾ അപ്പവും മീഞ്ഞും കഴിക്കാനുള്ള യോഗ്യത എന്തുവാന്ന് പറ. അപ്പവും മീഞ്ഞും കഴിക്കാനുള്ള യോഗ്യത എന്തുവാ? ജയിക്കുക എന്നുള്ളതാണ്. ജയിച്ചവന് മാത്രം കഴിക്കാനുള്ളതായത്. തോറ്റവർ കഴിച്ചാൽ അത് അവർക്ക് ശിക്ഷാവധിയായി മാറും. ജയിച്ചവന് കഴിച്ചാൽ അത് അവൻ ആത്മീയ ഉത്തേജനമായി മാറും. ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവും ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പവും മീഞ്ഞും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ മൽക്കിസദേക്കിൻ്റെ കയ്യിലെ അപ്പവും മീഞ്ഞും കഴിക്കണമെങ്കിൽ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശരീരത്തോടും രക്തത്തോടും സദൃശമുള്ള ഈ അപ്പവും മീഞ്ഞും കഴിക്കണമെങ്കിൽ അതിനേക്കാൾ ജയിച്ചെങ്കിലല്ലേ പറ്റൂ. തോറ്റു തുന്നം പാടിയവർക്കാർക്കും തിന്നാനുള്ളതല്ലിത്. വിശേഷപ്പെട്ടതായിരിക്കുന്ന ഈ വിഭവം ഈ മാസം അവസാന ഞായറാഴ്ച നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു വർഷം മുഴുവനും മുൻപോട്ട് കുതിക്കാൻ വേണ്ടുന്ന ദൈവശക്തിയുടെ വല്ലഭത്വം നമ്മിലേക്ക് പെയ്തിറങ്ങുന്നതിന് അല്പസമയം ഒരുമിച്ച കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ആത്മശക്തിയുടെ വല്ലഭത്വം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. അഭിഷേകത്തിന്റെ നിറവ് കൊണ്ട്, ആലോചനയുടെ വല്ലഭത്വം കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.